തന്ന രക്ഷയുടെ സ്വാതന്ത്ര്യവും ദൈവരാജ്യ അനുഭവവും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാൻ ഞങ്ങളെ തെരഞ്ഞെടുത്തതിനെ ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ലോകമെമ്പാടുമുള്ള മിസ്യു കുടുംബാംഗങ്ങളെയും എല്ലാ ഉപകാരികളെയും ആത്മീയ വരങ്ങളാലും ഭൗതിക നന്മകളാലും നിറയ്ക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മിസ്യു ടീം നയിക്കുന്ന വിവിധ കോഴ്സുകളെയും ജീവകാരുണ്യ പ്രവർത്തനങ്ങളെയും അവിടുന്ന് ആശ്രയിക്കണമേ. സഭയുടെ ഏക ദൗത്യമായ സുവിശേഷ പ്രഘോഷണം ഹൃദയത്തിലേറുന്ന തീക്ഷ്ണമതികളായ ധാരാളം മിഷണറിമാരെ ഒരുക്കുവാൻ മിസ്യു ടീമിനെ സഹായിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവീശ്വര ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ തെറ്റുകാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ആത്മാവിൽ നിറഞ്ഞൊരു കൂട്ടായ്മ, ആത്മീയ സ്നേഹത്തിൻ കൂട്ടായ്മ. ആത്മാവിൽ നിറഞ്ഞൊരു കൂട്ടായ്മ, ആത്മീയ സ്നേഹത്തിൻ കൂട്ടായ്മ. ദൈവഹിതത്തിൻ്റെ പൂർണ്ണതയ്ക്കായെന്നും ദാഹിച്ചു പ്രാർത്ഥിക്കും കൂട്ടായ്മ. ദൈവഹിതത്തിൻ്റെ പൂർണ്ണതയ്ക്കായെന്നും ദാഹിച്ചു പ്രാർത്ഥിക്കും കൂട്ടായ്മ. ആത്മാവിൽ നിറഞ്ഞൊരു കൂട്ടായ്മ, ആത്മീയ സ്നേഹത്തിൻ കൂട്ടായ്മ. ഏകീകരിക്കുന്ന ആത്മാവിനാലെന്നും ഏകമനസായി തീർന്നിടും ബന്ധം. ഏകീകരിക്കുന്ന ആത്മാവിനാലെന്നും ഏകമനസായി തീർന്നിടും ബന്ധം. ആപരന്റെ വേദന നമ്മെ മുറിക്കുന്ന അത്ഭുത സ്നേഹത്തിൻ കൂട്ടായ്മ. ആപരന്റെ വേദന നമ്മെ മുറിക്കുന്ന അത്ഭുത സ്നേഹത്തിൻ കൂട്ടായ്മ. ആത്മാവിൽ നിറഞ്ഞൊരു കൂട്ടായ്മ, ആത്മീയ സ്നേഹത്തിൻ കൂട്ടായ്മ. ആർദ്രതയേറുന്ന പാരസ്പര്യത്തിൻ്റെ അനുഭവമേകുന്ന ആത്മബന്ധം. ആർദ്രതയേറുന്ന പാരസ്പര്യത്തിൻ്റെ അനുഭവമേകുന്ന ആത്മബന്ധം. അടയാളമാകാൻ സാക്ഷ്യമായി തീരാൻ നമ്മെ ഒരുക്കുന്ന കൂട്ടായ്മ. അടയാളമാകാൻ സാക്ഷ്യമായി തീരാൻ നമ്മെ ഒരുക്കുന്ന കൂട്ടായ്മ. ആത്മാവിൽ നിറഞ്ഞൊരു കൂട്ടായ്മ, ആത്മീയ സ്നേഹത്തിൻ കൂട്ടായ്മ. ആത്മാവിൽ നിറഞ്ഞൊരു കൂട്ടായ്മ, ആത്മീയ സ്നേഹത്തിൻ കൂട്ടായ്മ. യേശുവിലേക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിലേക്ക് സ്നേഹം നിറഞ്ഞവരെ, അപ്പസ്തോല പ്രവർത്തനങ്ങളുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന, അധ്യായം 2, വാക്യം 44 മുതൽ 47 വരെ. വിശ്വസിച്ചവർ എല്ലാവരും ഒറ്റ സമൂഹമാവുകയും തങ്ങൾക്കുണ്ടായിരുന്നതെല്ലാം പൊതുവായി കരുതുകയും ചെയ്തു. അവർ തങ്ങളുടെ സ്വത്തുക്കളും വസ്തുവകളും വിറ്റ് ആവശ്യാനുസരണം എല്ലാവർക്കുമായി വീതിച്ചു.
അവർ ഏക മനസ്സോടെ താല്പര്യപൂർവ്വം അനുദിനം ദേവാലയത്തിൽ ഒന്നിച്ചു കൂടുകയും ഭവനം തോറും അപ്പം മുറിക്കുകയും ഹൃദയ ലാളിത്യത്തോടും ആഹ്ലാദത്തോടും കൂടെ ഭക്ഷണത്തിൽ പങ്കുചേരുകയും ചെയ്തിരുന്നു. അവർ ദൈവത്തെ സ്തുതിക്കുകയും എല്ലാ മനുഷ്യരുടെയും സംപ്രീതിക്ക് പാത്രമാകുകയും ചെയ്തു. രക്ഷ പ്രാപിക്കുന്നവരെ കർത്താവ് അവരുടെ ഗണത്തിൽ പ്രതിദിനം ചേർത്തുകൊണ്ടിരുന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. സർവശക്തനും നിത്യനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ഈശോനാഥ, പരിശുദ്ധാത്മാവായ ദൈവമേ, അവിടുത്തെ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഈ മിസ്സിയോ കുടുംബമായി ഇവിടെ ഒന്നിച്ച് ഞങ്ങളെ ആക്കി കൃപയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. ആദ്യ ക്രൈസ്തവ സമൂഹത്തെ പോലെ ഞങ്ങൾ ഒരു സമൂഹമായി വളരുവാനും ഏക മനസ്സോടും ഹൃദയ ലാളിത്യത്തോടും കൂടി ദൈവത്തെ സ്തുതിക്കുവാനും അങ്ങയുടെ വചനം പ്രഘോഷിക്കാനും സുവിശേഷവരിൽ താല്പര്യം ഉളവാകുന്നതിനുള്ള കൃപ നൽകി ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. അവിടുത്തെ പരിശുദ്ധാത്മാവോട് ഞങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കണമേ. ഞങ്ങളുടെ രക്ഷാധികാരിയായ ജോയി ആലപ്പാട്ട് പിതാവിനെയും ഞങ്ങളുടെ ആനിമേറ്റർ ഫാദർ അഗസ്റ്റിൻ മുണ്ടിയാത്തച്ഛനെയും മിസിയോ ടീമിനെ നയിച്ചുകൊണ്ടിരിക്കുന്ന ആലീസ് ആന്റിയെയും എല്ലാ റിസോഴ്സ് ടീം അംഗങ്ങളെയും മെന്റേഴ്സിനെയും ഇവിടെ ആയിരിക്കുന്ന ഞങ്ങളെ ഓരോരുത്തരെയും പ്രത്യേകിച്ചും 17ാം ബാച്ചിലേക്ക് ദൈവം കൂട്ടിക്കൊണ്ടുവന്ന എല്ലാ മക്കളെയും ഇതിന്റെ എല്ലാ ഉപകാരികളെയും ഇന്റർനെറ്റ് സംവിധാനത്തെയും എല്ലാ ഉപകരണങ്ങളെയും അവിടുത്തെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ, വിശുദ്ധ ഔസേപിതാവേ, സകല വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. ആമേൻ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിലേക്ക് സ്നേഹം നിറഞ്ഞവരെ, അപ്പോസ്തല പ്രവർത്തനം 2:46. അവർ ഏക മനസ്സോടെ താല്പര്യപൂർവ്വം അനുദിനം ദേവാലയത്തിൽ ഒന്നിച്ചു കൂടുകയും ഭവനം തോറും അപ്പം മുറിക്കുകയും ഹൃദയലാളിത്യത്തോടും ആഹ്ലാദത്തോടും കൂടി ഭക്ഷണത്തിൽ പങ്കുചേരുകയും ചെയ്തിരുന്നു. ഈ വചനത്തിലൂടെ കൂട്ടായ്മയുടെ പ്രാധാന്യം വരച്ചു കാണിക്കുന്നു. പങ്കുവച്ചും പരസ്പരം സ്നേഹിച്ചും ദൈവമക്കൾ കൂട്ടായ്മയിലായിരിക്കുന്നത് എത്ര ശ്രേഷ്ഠമാണ്. ജപമാല പ്രാർത്ഥന പരിശുദ്ധ അമ്മയോട് ചേർന്ന് ചൊല്ലുവാൻ സഹായിച്ച ലൂസി ജി ജോയ്ക്കും കുടുംബത്തിനും പ്രാർത്ഥനാപൂർവ്വം നന്ദി പറയുന്നു. ജപമാലയ്ക്കും മിസിയോ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ശേഷം നമ്മുടെ ഈ കൂട്ടായ്മയുടെ പ്രാർത്ഥനാ ചൈതന്യം ഗാനത്താലും പ്രാരംഭ പ്രാർത്ഥനയാലും ദൈവവചനം പങ്കുവയ്ക്കലിലൂടെയും വർദ്ധിപ്പിച്ച സക്രിയ ചേട്ടനെയും ആലിസ് ദേവസിയെയും സ്നേഹത്തോടെയും നന്ദിയോടെയും ഓർക്കുന്നു. മാമോദിസ സ്വീകരിച്ച് സഭയുടെ അംഗങ്ങളായ നാം ഓരോരുത്തരും കടമയാണ് സുവിശേഷ പ്രഘോഷണം. ഇതിനായി എല്ലാവരെയും ഒരുക്കുക, പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന മിസിയോ ഗ്രൂപ്പിന്റെ ബാച്ച് 17 കൂട്ടായ്മ എന്ന 6ാമത്തെ നിത്യസത്യത്തിന്റെ സെഷനിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ആദ്യം തന്നെ ഏറെ പ്രത്യേകമായി പ്രാർത്ഥന ആശീർവാദങ്ങളാൽ മിസിയോ കൂട്ടായ്മയെ സമ്പന്നമാക്കുന്ന നമ്മുടെ ആത്മീയ പിതാവും ചിക്കാഗോ രൂപതയുടെ ഇടയനുമായ അഭിവന്ദ്യ മാർ ജോയി ആലപ്പാട്ട് പിതാവിനെ സ്നേഹാദരവോടെ സ്വാഗതം ചെയ്യുന്നു. ഈ സെഷന്റെ സമാപന സന്ദേശം നൽകുവാനും നമ്മെ ആശീർവദിക്കുവാനുമായി നമ്മുടെ ഒപ്പം ഉള്ള പ്രിയ ബഹുമാനപ്പെട്ട ജൂബി പീറ്റർ അച്ഛനെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. മിസിയോ ടീമിന്റെ സാരഥിയും സുവിശേഷ പ്രഘോഷണം ജീവിതം തന്നെ ആക്കി ശരിയായ ദിശാബോധത്തോടെ നമ്മെ ഓരോരുത്തരെയും നയിക്കുന്ന ആലിസ് കുട്ടി ചേച്ചിയെയും നമ്മുടെ പ്രിയപ്പെട്ട ടോമിച്ചൻ ചേട്ടനെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ കൂട്ടായ്മയിൽ വ്യത്യസ്തങ്ങളായ പ്രൊക്ലമേഷൻ, ടെസ്റ്റിമണി, സ്റ്റൈൽ പ്രസന്റേഷൻ എന്നിവ ഏറ്റെടുത്തിരിക്കുന്ന പ്രിയ സഹോദരങ്ങളെയും മിസിയോ മെന്റേഴ്സ്, കോർഡിനേറ്റേഴ്സ് എന്നിവരെയും സ്ഥലകാല ഭേദമന്യേ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് താല്പര്യത്തോടെ വചനത്തിൽ ആഴപ്പെടുവാനും ഗ്രഹിക്കുവാനും ഈശോയോട് കൂടുതൽ അടുക്കുവാനും മിസിയോ എന്ന കൂട്ടായ്മയുടെ വചനത്തിന്റെ വെളിച്ചത്തിലേക്ക് കടന്നു വന്ന പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ഓരോരുത്തരെയും പ്രാർത്ഥനാപൂർവം യേശുനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പ്രൊക്ലമേഷനായി ടെസ്സി മാത്യുവിനെ ക്ഷണിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദരരെ, മിശിഹ കൂട്ടായ്മയുടെ ദൗത്യം എന്ന് പറയുന്നത് യേശുവിനെ അറിയുക,
യേശുവിനെ അനുഭവിക്കുക, യേശുവിൽ ജീവിക്കുക, യേശുവിനെ പ്രഘോഷിക്കുക എന്നതാണെന്ന് നമുക്കറിയാം. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിലുള്ള ഒരു കൂട്ടായ്മയിലൂടെ മാത്രമേ ഇത് സാധ്യമാവുകയുള്ളൂ. കഴിഞ്ഞ മിശോ ക്ലാസ്സുകളിലൂടെ ദൈവസ്നേഹം എങ്ങനെ അനുഭവിക്കാമെന്ന് നാം മനസ്സിലാക്കി. അടുത്തത് നിത്യസത്യം ആയ കൂട്ടായ്മയെ കുറിച്ചിട്ടാണ്. കൂട്ടായ്മയിലൂടെയാണ് നമ്മുടെ ചിന്തകളും ആഗ്രഹങ്ങളും മനസ്സും ഒന്നായിത്തീരുന്നു. കൂട്ടായ്മയുടെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പരിശുദ്ധ ത്രിത്വം. അതാണ് ത്രിയേക ദൈവം, പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 8-9 തിരുവചനങ്ങളിൽ ഫിലിപ്പോസ് യേശുവിനോട് ചോദിക്കുന്നു, കർത്താവെ, പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരിക എന്ന്. അപ്പോൾ യേശു മറുപടി പറയുന്നു, ഞാൻ ഈ കാലം അത്രയും നിങ്ങളോട് കൂടെ ഉണ്ടായിരുന്നിട്ടും ഫിലിപ്പോസേ, നീ എന്നെ അറിയുന്നില്ലേ? എന്നെ അറിയുന്നവൻ പിതാവിനെ അറിയുന്നു എന്ന്. അതെ, ഒരിക്കലും വേർതിരിച്ച് കാണുവാൻ സാധിക്കാത്ത കൂട്ടായ്മയാണ് പരിശുദ്ധ ത്രിത്വമാകുന്ന ദൈവത്തിന്റെ കൂട്ടായ്മ. ദൈവവും മനുഷ്യരുമായിട്ടുള്ള കൂട്ടായ്മയാണ് ഉൽപ്പത്തി 1:26 നമ്മൾ കാണുന്നത്. ഉൽപ്പത്തി 1:26 ദൈവം പറയുന്നു, നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാമെന്ന്. ഇവിടെ നമ്മുടെ അല്ലെങ്കിൽ നമുക്ക് എന്ന് പറയുന്നത് പരിശുദ്ധ ത്രിത്വമാകുന്ന ആ ദൈവത്തിന്റെ കൂട്ടായ്മയാണ്. അങ്ങനെ ദൈവം മനുഷ്യനെ തന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു. അതിനുശേഷം ദൈവം പറഞ്ഞു, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവന് ചേർന്ന ഒരു ഇണയെ ഞാൻ കൊടുക്കുമെന്ന്. അങ്ങനെ ഒരു സ്ത്രീയെ സൃഷ്ടിച്ച് അവന് കൂട്ടുകൊടുക്കുന്നു. അങ്ങനെ സ്ത്രീയും പുരുഷനും ദൈവവുമായി ഒരു കൂട്ടായ്മയാകുന്നു. സഭാപ്രസംഗം 4-ാം അധ്യായം 9 മുതൽ 12 വരെ തിരുവചനങ്ങളിൽ പറയുന്നത്, രണ്ടുപേർ ഒരാളെക്കാൾ മെച്ചമാണ്. കാരണം അവർക്ക് ഒരുമിച്ച് കൂടുതൽ അധ്വാനിക്കാൻ സാധിക്കും. അവരിൽ ഒരാൾ വീണാൽ അവരിന് താങ്ങാൻ കഴിയും. ഒറ്റയ്ക്കായിരിക്കുന്നവൻ വീണാൽ താങ്ങാൻ ആരുമില്ല. അവന്റെ കാര്യം കഷ്ടമാണ്. ഒറ്റയ്ക്കായിരിക്കുന്നവനെ കീഴ്പ്പെടുത്താൻ സാധിക്കും. രണ്ടുപേരാണെങ്കിൽ ചെറുക്കാൻ സാധിക്കും. മുപ്പരിച്ചരട് വേഗം പൊട്ടുകയില്ല. മുപ്പരിച്ചരട് എന്ന കയറ് 3 ചരടുകൾ തമ്മിൽ ബന്ധിച്ചുണ്ടാക്കിയതാണ്. അതിനുറപ്പും ബലവും കൂടുതലാണ്. ഈ മുപ്പരിച്ചരട് പോലെയാണ് വിവാഹം എന്ന കൂദാശയിലൂടെ സ്ത്രീയെയും പുരുഷനെയും ദൈവവുമായി ഒന്നിപ്പിക്കുന്നത്. കർത്താവിന്റെ സാന്നിധ്യമാണ് മൂന്നാമതായുള്ള ആ ചരട്. കർത്താവിൽ ആശ്രയിച്ച് കർത്താവിന് പ്രഥമ സ്ഥാനം കൊടുത്ത് ജീവിക്കുമ്പോൾ ജീവിതം നന്മയിൽ വളരാൻ സാധിക്കും. കർത്താവിനെ ആശ്രയിക്കാതെ ജീവിച്ചാൽ മുപ്പരിച്ചരടിലെ ഒരു ചരട് പൊട്ടിയ അനുഭവമാകും. അതായത് മറ്റു ചരടിന് ബലം കുറവായിരിക്കും. ക്രിസ്തു എന്ന ചരട് പൊട്ടിപ്പോയാൽ നമ്മുടെ ജീവിതത്തിലെ ആ ബന്ധത്തിന് ഉറപ്പുണ്ടാവുകയില്ല. മുപ്പരിച്ചരട് പൊട്ടിയ അനുഭവമാണ് നമ്മുടെ ആദി മാതാപിതാക്കളായ ആദത്തിനും ഹവ്വായ്ക്കും ഉണ്ടായിരുന്നത്. അവർക്ക് നഷ്ടമായത് ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയാണ്. പഴയ നിയമത്തിൽ പല സ്ഥലത്തും ദൈവവും മനുഷ്യനുമായിട്ടുള്ള കൂട്ടായ്മ നമുക്ക് കാണാൻ സാധിക്കും. പുറപ്പാട് 12:2 ദൈവം അബ്രഹാമിനോട് പറയുന്നു, നിന്നെ ഞാൻ ഒരു വലിയ ജനതയാക്കുമെന്ന്. ലേവ്യർ 26:12 ദൈവം ഇസ്രായേൽ ജനതയോട് പറയുന്നു, ഞാൻ നിങ്ങളുടെ ഇടയിൽ സഞ്ചരിക്കുമെന്ന്. ദൈവവും മനുഷ്യനുമായുള്ള ഒരു കൂട്ടായ്മയാണിത്. അതെ, പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനതയെ ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്നും മോചിപ്പിക്കുവാൻ കൂടെ ഉണ്ടായിരുന്ന ദൈവം ഈജിപ്തിൽ നിന്ന് അവരെ കാനാൻ ദേശത്തേക്കുള്ള മരുഭൂമിയിലൂടെയുള്ള യാത്രയിൽ ഉടനീളം അവരോടുകൂടി മേഘസ്തംഭമായും അഗ്നിസ്തംഭമായും കൂടെ സഞ്ചരിക്കുന്ന ദൈവത്തെ നമുക്ക് കാണാൻ സാധിക്കും. വിശുദ്ധ ഗ്രന്ഥത്തില് ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ ദൈവവും മനുഷ്യനുമായുള്ള കൂട്ടായ്മ വ്യക്തമാക്കുന്നുണ്ട്. കുടുംബം എന്ന കൂട്ടായ്മയാണ് ഈശോയുടെ ഭൂമിയിലെ തിരുക്കുടുംബം. കുടുംബം എന്ന കൂട്ടായ്മയിലൂടെ പങ്കുവെക്കൽ നടക്കുന്നു, തിരുത്തലുകൾ നടത്തുന്നു, ക്ഷമിക്കാൻ പഠിക്കുന്നു, ബന്ധങ്ങൾ വളരുന്നു. അതിൽ കുടുംബ പ്രാർത്ഥന വളരെ പ്രധാനപ്പെട്ടതാണ്. കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും ഒന്നിച്ചിരുന്ന് ഒരു കൂട്ടായ്മയായി കുടുംബ പ്രാർത്ഥന ചെയ്യുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം അവിടെ നിറയും. കൂട്ടായ്മ കുടുംബത്തിലാണ് ആരംഭിക്കേണ്ടത്. മാതാപിതാക്കളും മക്കളും കൊച്ചുമക്കളും ചേർന്ന കൂട്ടായ്മ, കൂടാതെ അയൽപക്കക്കാർ തമ്മിലുള്ള കൂട്ടായ്മ, തിരുസഭയും ഇടവകകളും തമ്മിലുള്ള കൂട്ടായ്മ, ഇടവകയും അതിലെ സംഘടനകളും കുടുംബ യൂണിറ്റുകളും തമ്മിലുള്ള കൂട്ടായ്മ. കൂട്ടായ്മയിൽ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കൂടുതലായി കാണുന്നത് കൂട്ടായ്മയിൽ പ്രാർത്ഥിക്കുമ്പോഴാണ്.
യേശുവും ശിഷ്യരുമായിട്ടുള്ള കൂട്ടായ്മയാണ് വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 14-15 തിരുവചനങ്ങളിൽ പറയുന്നത്. തന്നോടുകൂടി ആയിരിക്കുവാനും വചനം പ്രസംഗിക്കുവാനും പിശാചുക്കളെ ബഹിഷ്കരിക്കുവാനുള്ള അധികാരം നൽകുന്നതിനുമായിട്ടാണ് ഈശോ 12 പേരെ തിരഞ്ഞെടുത്ത ഒരു കൂട്ടായ്മ രൂപീകരിച്ചത്. തന്റെ പരസ്യ ജീവിതകാലത്ത് യേശു ഈ കൂട്ടായ്മയുടെ സാന്നിധ്യത്തിലാണ് വചനം പ്രസംഗിച്ചതും അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചതും. സെഹിയോൻ ഊട്ടുശാലയിൽ പരിശുദ്ധ അമ്മയും ശിഷ്യന്മാരുമായിട്ടുള്ള കൂട്ടായ്മയിലാണ് പരിശുദ്ധാത്മാവ് തീനാളത്തിന്റെ രൂപത്തിൽ എഴുന്നള്ളി വന്നത്. പരിശുദ്ധാത്മാവിന്റെ നിറവിൽ അവിടെ കൂടിയിരുന്നവരെ വിശുദ്ധ പത്രോസ് ശ്ലീഹ സ്വാഗതം ചെയ്ത് വചനം പറയുകയും ആ വചനം ശ്രവിച്ചവർ ജ്ഞാനസ്നാനം സ്വീകരിക്കുകയും ചെയ്തു. ആ ദിവസം തന്നെ 3000-ഓളം പേർ അവരോടുകൂടി ചേർന്നു. അവർ അപ്പോസ്തലന്മാരുടെ പ്രബോധനം, കൂട്ടായ്മ, അപ്പം മുറിക്കൽ, പ്രാർത്ഥന എന്നിവയിൽ സദാ താല്പര്യപൂർവ്വം പങ്കുചേർന്നു. വിശ്വാസികൾ എല്ലാവരും ഒറ്റ സമൂഹമാവുകയും തങ്ങൾക്കുണ്ടായിരുന്നതെല്ലാം പൊതുവായി കണക്കാക്കുകയും ചെയ്തു. ഇതിൽ പറയുന്ന അപ്പോസ്തലന്മാരുടെ പ്രബോധനം, കൂട്ടായ്മ, പ്രാർത്ഥന, അപ്പം മുറിക്കൽ എന്നതാണ് നാം നമ്മുടെ വിശുദ്ധ കുർബാനയിലും കാണുന്നത്. വിശുദ്ധ കുർബാനയിൽ എല്ലാവരും ഒരുമിച്ച് കൂട്ടായ്മയിൽ പ്രാർത്ഥിക്കുകയും വചനമാകുന്ന പ്രബോധനവും അപ്പം മുറിക്കൽ, അതായത് യേശുവിന്റെ തിരുശരീരവും തിരുരക്തവും പങ്കുവെക്കലും നടത്തുന്നു. അടുത്തത്, കൂട്ടായ്മയിൽ നാം എങ്ങനെയാണ് പെരുമാറേണ്ടത്? മറ്റുള്ളവർ നമ്മളോട് എങ്ങനെ പെരുമാറണമെന്ന് നാം ആഗ്രഹിക്കുന്നുവോ അതുപോലെ നാമും അവരോട് പെരുമാറുക. അതാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 12-ൽ പറയുന്നത്. മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുക. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിൽ നാം ഒരു കൂട്ടായ്മയിലാവുമ്പോൾ നാം ഏക മനസ്സാകുന്നു, ബന്ധങ്ങൾ വളരുന്നു. അവിടെ ഞാൻ, നീ എന്ന മനോഭാവം മാറി നമ്മുടെ എന്ന മനോഭാവത്തിൽ വളരുന്നു. പങ്കുവെക്കൽ നടക്കുന്നു, സമർപ്പണം ആഴപ്പെടുന്നു, പരസ്പരം തിരുത്തൽ പ്രാർത്ഥനയിലും പഠനത്തിലും വളരുന്നു. ഇത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് വിശുദ്ധ പൗലോസ് ശ്ലീഹായുടെ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 3-ാം തിരുവചനമാണ്. മാത്സര്യമോ വ്യർത്ഥാഭിമാനമോ മൂലം നിങ്ങൾ ഒന്നും ചെയ്യരുത്, മറിച്ച് ഓരോരുത്തരും താഴ്മയോടെ മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠരായി കരുതണം എന്ന്. മറ്റുള്ളവരോടുള്ള നമ്മുടെ പെരുമാറ്റം മത്സരത്തോടും വാശിയോടും വ്യർത്ഥാഭിമാനത്തോടും കൂടി ആവരുത്, മറിച്ച് താഴ്മയോടും എളിമയോടും വിനയത്തോടും കൂടി മറ്റുള്ളവർ നമ്മളെക്കാൾ വലിയവരാണെന്നുള്ള കരുതൽ വേണം നാം അവരോട് പെരുമാറുവാൻ. ഇത് പറയുമ്പോൾ എന്നെ വളരെയധികം ആകർഷിച്ച ഒരു കൂട്ടായ്മ അനുഭവത്തെക്കുറിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ദൈവാനുഗ്രഹത്താൽ എനിക്ക് കറുകുറ്റിയിലുള്ള മിസ്യോ ഭവനിൽ ഒരാഴ്ച താമസിച്ചിട്ടുള്ള കിർക്മ ഫിസിക്കൽ കോഴ്സ് കൂടുവാനുള്ള ഭാഗ്യമുണ്ടായി. ഞാൻ അവിടെ പോയപ്പോൾ, ഞാൻ അവിടെ ആയിരുന്നപ്പോൾ, അവിടെ ഞാൻ കണ്ടതും കേട്ടതും അനുഭവിച്ചതും ഓർക്കുമ്പോൾ ദൈവാനുഗ്രഹങ്ങളുള്ള ദിവസങ്ങളായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ശക്തമായ ഒരു ഐക്യത്തിന്റെയും സ്നേഹത്തിന്റെയും ഒരുമയുടെയും പങ്കുവെക്കലിന്റെയും അനുഭവമായിരുന്നു അവിടെ. എല്ലാവരും ഒരുമിച്ച് ഉത്തരവാദിത്തങ്ങൾ ചെയ്യുന്നു. പഠിപ്പിക്കുന്നവരെന്നോ പഠിക്കാൻ വന്നവരെന്നോ വ്യത്യാസമില്ലാതെ, വലിപ്പച്ചെറുപ്പമില്ലാതെ ഒരേ മനസ്സോടും സന്തോഷത്തോടും ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുകയും ഭക്ഷണം കഴിക്കുകയും എല്ലാ കാര്യങ്ങളും ഏക മനസ്സോടെ സ്നേഹത്തോടെ ഏറ്റെടുത്ത് ചെയ്യുകയും ചെയ്യുന്നു. ഒരു പരിശുദ്ധാത്മ അഭിഷേകമുള്ള ഒരു കൂട്ടായ്മയാണത്. നമുക്കറിയാം, നമുക്ക് ഒറ്റയ്ക്ക് വളരുവാൻ സാധിക്കുകയില്ല. ഒരുമയിലേ വളരുവാൻ സാധിക്കുകയുള്ളൂ. ഒരേ മനസ്സ്, ഒരേ ആശയം, ഒരേ ലക്ഷ്യം, അതാണ് നാം കൂട്ടായ്മയിൽ കാണുന്നത്. അതിനാൽ സഹോദരരെ, നാം നമ്മളെയും നമുക്കുള്ളതെല്ലാം സമർപ്പിച്ച് പരിശുദ്ധാത്മാവിന്റെ നിറവുള്ള ഒരു കൂട്ടായ്മയിൽ വളരാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 19-ൽ 2-3 പേർ യോജിച്ച് ചോദിക്കുന്ന ഏത് കാര്യവും പിതാവായ ദൈവം നിറവേറ്റിത്തരുമെന്ന് യേശുനാഥൻ അരുളി ചെയ്തിട്ടുണ്ട്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 16-ൽ യേശു പറയുന്നു, നിങ്ങൾ എന്നെ തെരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുക്കുകയാണ്, നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുവിനെന്ന്. അതെ, കർത്താവാണ് നമ്മെ ഓരോരുത്തരെയും തെരഞ്ഞെടുത്ത് ഈ മിസ്യോ കൂട്ടായ്മയിലേക്ക് നയിച്ചത്. മിസ്യോ കൂട്ടായ്മയുടെ ദൗത്യമായ ദൈവസ്നേഹവും ദൈവീക രക്ഷയും മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുക എന്ന ദൗത്യം നാം ഓരോരുത്തരും ഏറ്റെടുത്ത് 100 മേനി ഫലം പുറപ്പെടുവിക്കുവാൻ
നമ്മുടെ ഈ മിസ്യോ കൂട്ടായ്മയും നമ്മെ ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് നമ്മുടെ ചുറ്റുമുള്ളവരുമായി സ്നേഹത്തിന്റെ കൂട്ടായ്മയിൽ മുന്നോട്ട് പോകാം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 17:22 യേശു ക്രിസ്തു പറയുന്നു, പിതാവേ, നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നായിരിക്കുന്നതിന് ഞാൻ പ്രാർത്ഥിക്കുന്നുവെന്ന്. നമുക്ക് ഒന്നായി ചേർന്ന് യേശുവിനെ പ്രഘോഷിക്കാം. കൂട്ടായ്മയായ ദൈവം ഒരു ഇടയനും ഭൂമി ഒരു തൊഴുത്തുമാകുന്ന കൂട്ടായ്മയിലേക്ക് എത്തിച്ചേരുവാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ആമേൻ. പരിശുദ്ധ ത്രിത്വത്തിന്റെയും തിരുക്കുടുംബത്തിന്റെയും കൂട്ടായ്മയിലേക്ക് നമ്മെ കൊണ്ടുപോയി നല്ലൊരു പ്രൊക്ലമേഷനിലൂടെ കൂട്ടായ്മയുടെ പ്രാധാന്യത്തെക്കുറിച്ച് നമുക്ക് വെളിച്ചം പകർന്ന ടെസി മാത്യുവിന് ഒരുപാട് നന്ദി. ടെസ്റ്റിമണിക്കായി ഷൈനി ജെയിംസിനെ ക്ഷണിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ഷൈനി, സ്ഥലം ചങ്ങനാശ്ശേരി. എൻ്റെ കുടുംബം, ഹസ്ബൻഡ്, 3 മക്കള്. ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 8-ാം തിരുവചനം ഇപ്രകാരം പറയുന്നു: മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്ന ഏതൊരുവനെയും ദൈവത്തിന്റെ ദൂതന്മാരുടെ മുമ്പിൽ മനുഷ്യപുത്രനും ഏറ്റുപറയും. 91-ലാണ് ഞാൻ ആദ്യമായി ഡിവൈനിൽ ഒരു ധ്യാനത്തിനായിട്ട് പോകുന്നത്. ആ കാലഘട്ടത്തിൽ ഞായറാഴ്ച 2 മണിയോടെ ധ്യാനം തുടങ്ങുന്നു, 10 മണിയോടെ അവസാനിക്കുന്നു. വളരെ അനുഗ്രഹപ്രദമായ ശുശ്രൂഷകള്, അഭിഷേകമുള്ള നേതൃത്വ ശുശ്രൂഷകള്, വളരെ മനോഹരമായ ധ്യാനം. ആ ധ്യാനത്തിലൂടെ കർത്താവ് എന്നോട് ഒരു വചനത്തിലൂടെ സംസാരിച്ചു. ജെറമ്യ 31:3, എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ്, നിന്നോടുള്ള എൻ്റെ വിശ്വസ്തത അചഞ്ചലവും. എൻ്റെ നല്ലൊരു യുവത്വത്തിന്റെ സമയത്താണ് ഞാൻ ഈ ധ്യാനം കൂടുന്നത്. എൻ്റെ മനസ്സിലെ ആ ധ്യാന സമയത്ത് എൻ്റെ മനസ്സിലെ വിചാരം ഭാഷാവരം കിട്ടുന്നതാണ് ധ്യാനത്തിന്റെ ഏറ്റവും വലിയ അനുഗ്രഹമെന്ന്. ഞാനിങ്ങനെ വിചാരിച്ചു, എനിക്ക് ഭാഷാവരം കിട്ടുമെന്ന്. എന്നാൽ വെള്ളിയാഴ്ച വരെ എനിക്ക് വെള്ളിയാഴ്ചയായിട്ടും എനിക്ക് ഭാഷാവരം കിട്ടിയിരുന്നില്ല. അപ്പോൾ എനിക്ക് വലിയ സങ്കടമായി. ഞാൻ വൈകുന്നേരം 10 മണിയോടെയാണ് ധ്യാനം അവസാനിക്കുന്നത്. വൈകിട്ട് കിടക്കാൻ ചെന്നിട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. ഞാൻ വളരെ വിഷമത്തോടെ കരയാൻ തുടങ്ങി. എനിക്ക് പരിശുദ്ധാത്മാവിനെ വേണം എന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെ ഞാൻ കരഞ്ഞ് രാത്രി ഒരു നല്ലൊരു സമയം വരെ എൻ്റെ കരച്ചിലിങ്ങനെ തുടർന്നുകൊണ്ടിരുന്നു. എപ്പോഴും ഞാൻ ഉറങ്ങി. അത് കഴിഞ്ഞ് രാവിലെ എഴുന്നേറ്റു. 6:15-6:15 ധ്യാന ഹാളിൽ എത്തേണ്ടത്. ഞാൻ അവിടെ എത്തി. ആഗ്രഹത്തോടെ പ്രാർത്ഥനയോടെ ഇരുന്നു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 37-ാം തിരുവചനം ഇപ്രകാരം പറയുന്നു: ആർക്കെങ്കിലും ദാഹിക്കുന്നുവെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പനക്കലച്ചൻ എല്ലാവരുടെയും തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. എൻ്റെ തലയിലും അച്ഛൻ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് പോയി. അതിനുശേഷം എൻ്റെ ശരീരത്തിലേക്ക് ഒരു കറണ്ട് പാസ് ചെയ്യുന്ന ഒരു അനുഭവം. ആ അനുഭവം ഇങ്ങനെ ഒരു 1.5 മണിക്കൂർ അതൊരു അഭിഷേകമായിരുന്നു. പിന്നെ ഞങ്ങൾ ധ്യാനം കഴിഞ്ഞു. ഞാൻ എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു വന്നു. ഞാൻ വന്നപ്പോൾ ഞങ്ങളുടെ അടുത്തുള്ള ആൻറ്റി ധ്യാന വിവരങ്ങളൊക്കെ അന്വേഷിച്ച് എൻ്റെ വീട്ടിൽ വന്നു. അപ്പോൾ ഞാൻ എൻ്റെ ധ്യാനാനുഭവം ആൻറ്റിയുമായിട്ട് പങ്കുവെച്ചു. ആ ഒരു പങ്കുവെക്കല് ഒരു മധ്യസ്ഥ പ്രാർത്ഥന കൂട്ടായ്മയായിട്ട് രൂപം പ്രാപിച്ചു. അത് എല്ലാ ശനിയാഴ്ചയും ഞങ്ങളുടെ വാർഡിലെ എല്ലാ കുടുംബങ്ങളും പങ്കെടുക്കുന്ന ഒരു കൂട്ടായ്മ. ഇങ്ങനെ ഈ ഒരു കൂട്ടായ്മ മുമ്പോട്ട് പോകുമ്പോൾ തന്നെ 5 പേർ അടങ്ങുന്ന ഒരു കൂട്ടായ്മ എല്ലാ ദിവസവും രൂപം കൊണ്ടു. അങ്ങനെ അത് 2 കൂട്ടായ്മകളും 99 കാലഘട്ടം വരെ വളരെ നന്നായി മുമ്പോട്ട് പോയി. ഈ ഒരു അഭിഷേകം കിട്ടിയതിന് ശേഷം എൻ്റെ ജീവിതത്തിലും ചില മാറ്റങ്ങളൊക്കെ വന്നു. എൻ്റെ പ്രാർത്ഥന രീതിയിൽ മാറ്റം വന്നു. ഞാൻ അന്ന് വരെ പ്രാർത്ഥിച്ചത് നമ്മുടെ സ്വന്തം ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി, നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രമായിരുന്നു. എന്നാൽ ആ ഒരു അഭിഷേകത്തിന് ശേഷം ഈശോയുടെ കണ്ണിലൂടെ ലോകം മുഴുവനെ നോക്കി കാണുവാനും
അങ്ങനെ ലോകം മുഴുവനും വേണ്ടി മധ്യസ്ഥം വഹിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഒക്കെ കർത്താവിനെ സഹായിച്ചു. അതുപോലെ നിത്യേന കൂടുതൽ സമയം വിശുദ്ധ ഗ്രന്ഥ വായന, അതുപോലെ എൻ്റെ പ്രാർത്ഥനാ ജീവിതം ഒരു പ്രാർത്ഥനാ ജീവിതമായിട്ട് എൻ്റെ ജീവിതം മാറി. അതായത് എൻ്റെ ജോലികള് ഞാൻ എൻ്റെ ദിവസം മുഴുവനും അങ്ങനെ ഒരു പ്രാർത്ഥനാ ജീവിതമായിട്ട് മുന്നോട്ട് പോയി. അങ്ങനെ പോകുന്ന ഒരു സമയത്ത് ഞങ്ങളുടെ പ്രാർത്ഥനയിൽ ഒരു കൊച്ച്, ഒരു വലിയ ചുഴലി രോഗമുള്ള ഒരു കുട്ടി പ്രാർത്ഥിക്കാനായിട്ട് വന്നു. അപ്പോൾ ഞാനിങ്ങനെ ഈശോയോട് പറഞ്ഞു, ഈശോയെ, ഈ ഒരു പ്രാർത്ഥനയിലൂടെ ഈ കുട്ടിയുടെ രോഗം പൂർണ്ണമായിട്ട് ഒന്ന് മാറ്റിത്തരണമേ എന്ന്. ഈ ഒരു ഞങ്ങളുടെ പ്രാർത്ഥനാ കൂട്ടായ്മ ആ സമയം എല്ലാവർക്കും, ഞങ്ങളുടെ ആ കൂട്ടായ്മയിലുള്ള എല്ലാ കുടുംബങ്ങൾക്കും വലിയ ഒരു അനുഗ്രഹമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടമായിരുന്നു. അതുപോലെ തന്നെ 6 മാസം കൂടുമ്പോൾ ഈശോ എനിക്ക് ഡിവൈനിൽ ധ്യാനം കൂടാനായിട്ട് എന്നെ സഹായിച്ചിരുന്നു. ഓരോ ധ്യാനത്തിലും ഈശോ എനിക്ക് പുതിയ അനുഗ്രഹങ്ങള്, അഭിഷേകം ഒക്കെ നൽകി എന്നെ അനുഗ്രഹിച്ചു. എൻ്റെ ധ്യാന സമയത്തുണ്ടായ ഒരു അനുഭവം ഞാൻ ഓർക്കുകയാണ്. ഞാനിങ്ങനെ കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒരു വലിയൊരു വെള്ളച്ചാട്ടം, ഒരു നദി ഒഴുകുന്നത് പോലെ ആകാശത്ത് നിന്ന് ഒഴുകി വരുന്നു. അതിങ്ങനെ പല വഴികളിലേക്ക് ഒരു കൂട്ടായ്മ, അതായത് ഒരു വൈദികരുടെ ഒരു കൂട്ടായ്മയിലേക്ക് ഇങ്ങനെ ഒഴുകി ഇറങ്ങുന്നു. അതിനുശേഷം അതൊരു സന്യസ്തരുടെ കൂട്ടായ്മയിലേക്ക് ഒഴുകി ഇറങ്ങുന്നു. അതിനുശേഷം അതൊരു കുടുംബങ്ങളുടെ ഒരു അൽമായ കൂട്ടായ്മ, അൽമായരുടെ ഒരു സമൂഹത്തിലേക്ക് ഇങ്ങനെ ഒഴുകി ഇറങ്ങുന്നു. അതുപോലെ യുവജനങ്ങളുടെ ഒരു സമൂഹത്തിലേക്ക് ആ ഒരു നദി ഇങ്ങനെ ഒഴുകി ഇറങ്ങുന്നു. ഒരു വലിയൊരു ദൈവാനുഭവം ഈ ലോകത്തിലേക്ക് കടന്നു വരുന്ന ഒരു ദൃശ്യം ഞാനത് കണ്ടു. അതിനുശേഷം 99 എൻ്റെ വിവാഹം നടന്നു. എൻ്റെ വിവാഹത്തോടെ എൻ്റെ ഈ കൂട്ടായ്മ അവസാനിച്ചു. പിന്നീട് ഞാൻ വീട്ടിലിരുന്ന് തനിയെ ലോകം മുഴുവൻ മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന രീതി എനിക്കുണ്ടായിരുന്നു. ഈ കാലഘട്ടത്തിലും വലിയ ദൈവ സാന്നിധ്യവും അനുഗ്രഹങ്ങളും ഒക്കെ എനിക്ക് ലഭിച്ചിരുന്നു. 2015 ഞാൻ എൻ്റെ ജനിച്ചു വളർന്ന സ്വന്തം നാട്ടിലേക്ക് പോകാൻ കർത്താവ് എനിക്കൊരു അവസരം തന്നു. അന്നാണ് ഈ ഒരു പഴയ അടയാളം, അതായത് പ്രാർത്ഥനയിലൂടെ സംഭവിച്ച ഒരു അടയാളം കൃത്യമായി നിലനിൽക്കുന്നു എന്ന ഒരു വിവരം ഞാൻ അറിയുന്നത്. അത് ഇപ്രകാരമുള്ള ഒരു അനുഭവമാണ്. ആ ചുഴലി രോഗം ബാധിച്ച പെൺകുട്ടി, അതായത് 19 വയസ്സുള്ള ഒരു പെൺകുട്ടി, മാസത്തിൽ 2 പ്രാവശ്യം ശക്തമായിട്ട് ചുഴലി രോഗം വരുമായിരുന്നു. അപ്പോൾ അത് ഒരു 1.5 മണിക്കൂർ ദൈർഘ്യം, വളരെ ഭീതിജനകം, കണ്ടു നിൽക്കുന്നവർക്ക് കാണാൻ സാധിക്കാത്ത രീതിയിൽ ഒരു ഭീതികരമായ ഒരു അവസ്ഥ. അത് സൗഖ്യപ്പെടണമെങ്കിൽ ഹോസ്പിറ്റലിൽ പോകണമായിരുന്നു. അപ്പോൾ ആ ഒരു അനുഭവം പൂർണ്ണമായിട്ടും ഞങ്ങൾ 5 പേരടങ്ങുന്ന കൂട്ടായ്മയിലേക്ക് ഈ കുട്ടി വരികയും അത് പൂർണ്ണമായിട്ട് സൗഖ്യപ്പെടുകയും ആ കുട്ടി വിവാഹം ചെയ്യുകയും അവള് 2 മക്കളുടെ അമ്മയാണെന്ന് മനസ്സിലാക്കുകയൊക്കെ ഞാൻ ഈ ഒരു സമയത്ത് മനസ്സിലാക്കി. അപ്പോൾ ഞാൻ വല്ലാണ്ട് ആഗ്രഹിച്ചു, ഈശോയെ, എനിക്ക് ആ പഴയ ഒരു പ്രാർത്ഥനാ കൂട്ടായ്മ തിരിച്ചു തരണമേ എന്ന്. അപ്പോൾ അങ്ങനെ ഞാൻ ആഗ്രഹിച്ചപ്പോൾ ഈശോ എന്നെ 1 വർഷക്കാലം ബൈബിള് പഠിക്കാനായിട്ട് അരമനയിലെ ചങ്ങനാശ്ശേരിയിൽ അരമനയിൽ ബൈബിള് പഠിക്കാനായിട്ട് ഈശോ എന്നെ സഹായിച്ചു. അതിനുശേഷം വീണ്ടും ഞാനിങ്ങനെ പ്രാർത്ഥനയോടെ ഇരിക്കുമ്പോഴാണ് 2021 ഈ മിസ്സിയോ ഗ്രൂപ്പിൽ എനിക്ക് ചേരാനുള്ള അനുഗ്രഹം കിട്ടിയത്. ഈ ഒരു കോഴ്സിൽ ഞാൻ ചേർന്നപ്പോൾ എന്നെ ഏറെ ആകർഷിച്ചത് വചനവിചിന്തനമായിരുന്നു. ആ ഒരു സമയത്ത് എൻ്റെ മനസ്സിൽ വലിയൊരു വെറുപ്പ്, അതായത് എന്നെ വേദനിപ്പിച്ച ഒരു വ്യക്തിയോട് ശക്തമായിട്ടുള്ള ഒരു വെറുപ്പ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. എല്ലാ ആഴ്ചയിലും ഞാൻ കുമ്പസാരിക്കും, അച്ഛനോട് ഈ കാര്യങ്ങളൊക്കെ പറയും. പക്ഷെ എൻ്റെ മനസ്സിൽ നിന്ന് വെറുപ്പ് വിട്ടുമാറിയിരുന്നില്ല. എന്നാൽ ഞാൻ ഈ ഒരു പാപാവസ്ഥയുടെ വചന വിചിന്തനം ചെയ്യുന്ന ഒരു ദിവസത്തെ വിചിന്തനം ചെയ്യുന്ന സമയത്ത് എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഈ വെറുപ്പ് പൂർണ്ണമായിട്ടും വിട്ടുമാറി. ആ വ്യക്തിയെ ഞാൻ വിളിക്കുകയും വളരെ സ്നേഹത്തോടെ സംസാരിക്കുകയും ഒക്കെ ചെയ്തു. അതെനിക്ക് ഒരു വലിയൊരു ദൈവാനുഭവമായിരുന്നു ഈ ഒരു മിസ്സിയോ ഗ്രൂപ്പിൽ ചേർന്നതിൻ്റെ. പിന്നീട് ഞാൻ ആ കോഴ്സിൽ പരിചയപ്പെട്ട ഒരു വ്യക്തി എന്നെ ഒരു ബൈബിൾ റീഡിംഗ് ശുശ്രൂഷ പരിചയപ്പെടുത്തി. ഞാൻ ആ ഗ്രൂപ്പിൽ കുറച്ചുനാൾ ചേർന്ന് ബൈബിൾ വായിച്ചിരുന്നു.
എന്നാൽ 2022 ജനുവരി 3 കർത്താവ് എനിക്കൊരു ബൈബിൾ റീഡിംഗ് ശുശ്രൂഷ തുടങ്ങുവാനുള്ള കൃപ എനിക്ക് തന്നു. അങ്ങനെ 3 വർഷമായിട്ട് ഞാനിപ്പോൾ 2:30 ബൈബിൾ വായിക്കുന്നു. 2:30 മുതൽ 3 മണി വരെ ബൈബിൾ വായിക്കുന്നു. 3 മണി തൊട്ട് 3:30 വരെ ഒരു മധ്യസ്ഥം, ലോകം മുഴുവനും വേണ്ടി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ മനോഹരമായിട്ട് കർത്താവ് ഈ ഒരു കൂട്ടായ്മയെ നയിക്കുന്നു. എൻ്റെ വിവാഹത്തോടെ എൻ്റെ ജീവിതം തികച്ചും വ്യത്യസ്തമായിരുന്നു. അതായത് ഒരു മരുഭൂമി അനുഭവം. എല്ലാ ബന്ധങ്ങളും, പ്രത്യേകിച്ച് എൻ്റെ ഫ്രണ്ട്ഷിപ്പ്, കുടുംബ ബന്ധങ്ങൾ, അങ്ങനെയുള്ള എല്ലാ ബന്ധങ്ങളും എന്നിൽ നിന്ന് മാറ്റപ്പെട്ടിട്ട് ഞാൻ ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് എൻ്റെ ജീവിതം മാറി. വിവാഹത്തിൻ്റെ ആദ്യ നാളുകളിലെ സന്തോഷങ്ങളെല്ലാം പോയി. തീർത്തും ഒരു മരുഭൂമിയുടെ അനുഭവം, മരുഭൂമിയിൽ എത്തിപ്പെട്ട ഒരു അനുഭവം. എന്നാൽ യേശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നു. 44-ാം അധ്യായം 3-ാം തിരുവചനം: വരണ്ട ഭൂമിയിൽ ജലവും ഉണങ്ങിയ നിലത്ത് അരുവികളും ഞാൻ ഒഴുക്കും. ഇതുപോലെ തന്നെ കർത്താവ് ഈ ഒരു കാലഘട്ടത്തിൽ എൻ്റെ മരുഭൂമി അനുഭവത്തിൽ ഈ വചനം എങ്ങനെ പറയുന്നുവോ അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തെ കർത്താവ് നയിച്ചു. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒന്നിനും കുറവില്ലാതെ എൻ്റെ ഒരു കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോയി. ഇതെൻ്റെ ഒരു ജീവിത സാക്ഷ്യമാണ്. നമ്മൾ ഈ ഗ്രൂപ്പിലായിരിക്കുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും യേശുവിൻ്റെ സ്നേഹം അനുഭവിക്കുവാൻ, പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ലഭിക്കുവാൻ, അതുപോലെ ഈശോയെ മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. ഇന്ന് നാം ഓരോരുത്തരും സഭയാകുന്ന കൂട്ടായ്മയിലാണ്. നാം ഓരോരുത്തരും ദൈവഹിതപ്രകാരം ജീവിച്ചുകൊണ്ട് യേശുവിനെ സാക്ഷ്യം വഹിച്ച് സ്വർഗമാകുന്ന കൂട്ടായ്മയിലേക്ക് എത്തിപ്പെടുവാൻ നമ്മളെ ഓരോരുത്തരെയും കർത്താവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. നിശ്ചയ കൂട്ടായ്മയിൽ ചേർന്ന് വചനവിചിന്തനത്തിലൂടെ മനസ്സിലുണ്ടായ പരിവർത്തനത്തെക്കുറിച്ചും പങ്കുവെച്ച് ഹൃദയസ്വച്ഛയായ അതിന്റെ ജീവിത സാക്ഷ്യത്തിലൂടെയും കൂട്ടായ്മയുടെ അനുഭവത്തിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോയ ഷൈനി ജെയിംസിന് സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊടുന്നു. സ്ലൈഡ് പ്രസന്റേഷനായി വിസാമ കോച്ചിയെ ക്ഷണിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, നമ്മൾ ഒരാഴ്ച മുഴുവൻ പരിശുദ്ധാത്മാ നിറവിനായിട്ട് പ്രാർത്ഥിക്കുകയും ആ പരിശുദ്ധാത്മാ അഭിഷേകത്തില് ആയിരുന്നുകൊണ്ട് ദൈവസ്നേഹം അനുഭവിക്കുകയും ചെയ്യായിരുന്നു. അങ്ങനെ പരിശുദ്ധാത്മ നിറവിൽ ആയിരിക്കുന്ന വ്യക്തികൾക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ സാധിക്കില്ല. അവരൊരു കൂട്ടമായിട്ടൊരു കൂട്ടായ്മയായി മുന്നോട്ട് പോകാനായിട്ടുള്ള വലിയൊരു ദൈവസ്നേഹം അവരിൽ നിറഞ്ഞ് നിൽക്കും. ആ കൂട്ടായ്മ അനുഭവത്തെ പറ്റി നമ്മളോട് പ്രഘോഷണത്തിലൂടെ ടെസിയും അതുപോലെ ആ കൂട്ടായ്മ അനുഭവത്തെ പറ്റി ഷൈനിയും നമ്മളോട് പങ്കുവെക്കുകയുണ്ടായി. സ്ലൈഡ് പ്രസന്റേഷനിലൂടെ കൂട്ടായ്മയെ പറ്റി നമുക്ക് ഒന്നും കൂടെ വിശദമായിട്ട് കാണാനായിട്ട് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. നമ്മൾ ഈ ചിത്രത്തിലേക്ക് നോക്കിയാൽ കാണുന്നത്, ആദ്യത്തെ ചിത്രത്തില് ഒരു കൂട്ടം വിറകാണ്, ഒരു കൂട്ടമാണത്. അതുപോലെ അടുത്ത ചിത്രത്തിൽ നോക്കിയാലും നമുക്കവിടെ ഒരു കൂട്ടം ആൾക്കാരെ കാണാൻ സാധിക്കും. അവരേതോ ഒരു പ്രത്യയ ശാസ്ത്രത്തിന് വേണ്ടി നിലകൊള്ളുന്ന ആൾക്കാരാണ്. ഇത് രണ്ടും ഓരോ കൂട്ടമാണ്. വീണ്ടും നമുക്ക് പറയാൻ സാധിക്കും പ്രപഞ്ചം എന്ന് പറയുന്നത് ദൈവാംശമുള്ള, ചലനമുള്ള, പരസ്പരം ആകർഷണമുള്ള ആകാശഗോളങ്ങളുടെ ഒരു കൂട്ടമാണ്. പ്രപഞ്ചത്തിലെ മനുഷ്യനും മറ്റ് ആകാശഗോളങ്ങളും എല്ലാമായിട്ട് ഒരു കൂട്ടമായിട്ടാണ് അത് മുന്നോട്ട് പോകുന്നത്. അങ്ങനെ പ്രപഞ്ചം അന്നത്തെ നമുക്ക് ഒരു കൂട്ടമായിട്ട് പറയാൻ സാധിക്കും, കൂട്ടായ്മയുമാണ്. ഇനിയും ജീവനില്ലാത്ത ശരീരം എന്ന് പറയുന്നത് ഒരു
കൂട്ടം അവയവങ്ങൾ മാത്രമാണ്. ആ അവയവങ്ങൾക്ക് ഒന്നിനും ജീവനില്ല. അതുകൊണ്ട് തന്നെ അതിനെ ഒരു കൂട്ടമായിട്ട് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ജീവനും ആത്മാവുമുള്ള ശരീരം ചലനാത്മകവുമാണ്, ക്രിയാത്മകവുമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ സാധിക്കും ആത്മാവും ശരീരവുമുള്ള അവയവങ്ങളുടെ കൂട്ടായ്മയ്ക്ക് രൂപം നൽകുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിന്റെ നിറവ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ജീവൻ ഉള്ള ഒരു കൂട്ടായ്മ ആകുകയുള്ളൂ. അതായത് ഒരു കൂട്ടത്തെ കൂട്ടായ്മ ആക്കി മാറ്റുവാനായിട്ട് ക്രിയാത്മക ശക്തിയായിട്ട് പരിശുദ്ധാത്മാവ് അവിടെ പ്രവർത്തിക്കണം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് പരിശുദ്ധാത്മാവെന്ന് പറയുന്ന ഏകീകരണത്തിന്റെ ആത്മാവാണ്. അപ്പൊ ഏകീകരണത്തിന്റെ ആത്മാവായ പരിശുദ്ധാത്മാവ് നിറയുമ്പോഴത്തേക്ക് നമ്മളുടെ ഓരോരുത്തരുടെയും ഹൃദയം ദൈവസ്നേഹത്താൽ നിറയുന്നു. അവിടെ ആഗ്രഹങ്ങൾ ഏകീകരിക്കപ്പെടുന്നു. നമ്മളോട് പറഞ്ഞു മിസ്സിയോല് എല്ലാവരുടെയും ചിന്തകൾ ഒരേപോലെയാണ്. ആഗ്രഹങ്ങൾ ഏകീകരിക്കപ്പെടുന്നു, ചിന്തകൾ ഏകീകരിക്കപ്പെടുന്നു, അവരുടെ മനസ്സുകൾ തമ്മിൽ അടുക്കുന്നു, അവരൊരു കൂട്ടായ്മയായി തീരുകയാണ്. ഇപ്പൊ പരിശുദ്ധാത്മാ നിറവുള്ള സ്നേഹ കൂട്ടായ്മ എന്ന് പറയുന്നത് അവർക്ക് എല്ലാവർക്കും ഒരേ മനസ്സാണ്, ഒരേ ആശയമാണ്, ഒരേ ലക്ഷ്യമാണ്. ആകെയുള്ള ലക്ഷ്യം ദൈവസ്നേഹം പങ്കുവെക്കുക, ദൈവരാജ്യത്തിന്റെ വളർച്ചയ്ക്കായിട്ട് പ്രവർത്തിക്കുക. അത് മാത്രമാണ് ഒരേ ഒരു ലക്ഷ്യമായിട്ട് മനസ്സിൽ വരുന്നത്. നമുക്കറിയാം ദൈവം തന്നെ ഒരു കൂട്ടായ്മയാണ്, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ കൂട്ടായ്മ. അവിടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായിട്ട് ത്രിത്വൈക കൂട്ടായ്മ അതിന്റെ പൂർണ്ണതയിലായിരിക്കുകയാണ്. സ്നേഹം പങ്കുവെക്കപ്പെടുകയാണ്. അവിടെ വലുപ്പച്ചെറുപ്പങ്ങള് ഒന്നും തന്നെ ഇല്ല. പിതാവ് പുത്രനെയും പുത്രൻ പരിശുദ്ധാത്മാവിന്റെയും എല്ലാം ഒരേ ചൈതന്യത്തോടെ ആയിരിക്കുന്ന അവസ്ഥയാണ് പരിശുദ്ധ ത്രിത്വത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം കൂട്ടായ്മയിലാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട് ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നത് നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാന്നാണ് അവിടെ ദൈവം അരുളി ചെയ്യുന്നത്. ഇനി ആദ്യത്തെ സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ദൈവമായ കർത്താവ് അരുളി ചെയ്യാണ് മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവന് ചേർന്ന ഇണയെ ഞാൻ നൽകും. അങ്ങനെ ആദത്തിന് ചേർന്ന ഇണയെയാണ് ദൈവം അവിടെ സൃഷ്ടിക്കുന്നത്. ഹവ്വായെ സൃഷ്ടിച്ച് അവനോട് ചേർക്കുകയാണ് ചെയ്യുന്നത്. കൂട്ടായ്മയില് ലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്ന ഒരു ദൈവജനത്തെ നമുക്ക് പഴയ നിയമത്തിൽ ഉടനീളം കാണാൻ സാധിക്കും. അവിടെ ഇപ്പം ഇസ്രായേൽ മക്കളെ ദൈവം വിളിക്കുന്നുണ്ട്. അതിനു മുമ്പായിട്ട് നമ്മൾ കാണുന്നുണ്ട് ഈ ഏദൻ തോട്ടത്തിലെ ആദവുമായി ഹവ്വയുമായിരിക്കുന്ന സമയത്ത് അവരെ ഏദൻ തോട്ടത്തില് കൃഷി ചെയ്യാനും അതിനെ സമ്പുഷ്ടമാക്കാനുമായിട്ടാണ് അവരെ ദൈവം ഏൽപ്പിക്കുന്നത്. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ആണ് നമുക്ക് ആ ഏദൻ തോട്ടത്തിൽ വെച്ച ആദം ഹവ്വയും തെറ്റിലാകപ്പെട്ട് അവർക്ക് നഷ്ടമാണെന്നൊക്കെ നമ്മുടെ പഴയ നിയമത്തില് വായിക്കുന്നുണ്ട്. ഒരു കുടുംബമായിട്ട് ഒരു ജനതയായിട്ട് കൂട്ടായ്മയിൽ വളരാനായിട്ട് അബ്രഹാത്തിനെ വിളിക്കുന്നത് നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. അപ്പൊ അവിടെ അബ്രഹാമിനെ ദൈവം വിളിക്കുമ്പോൾ അബ്രഹാമിന് 75 വയസ്സ് പ്രായമാണ്. അവരോട് പറയാണ് ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും, നിന്നെ ഞാൻ അനുഗ്രഹിക്കും, നിന്റെ പേര് ഞാൻ മഹത്തരമാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. ഈ അബ്രഹാത്തിനോട് ദൈവം പറഞ്ഞ അതേപോലെ തന്നെ വീണ്ടും ഇസ്രായേൽ ജനത്തെ നയിക്കാനായിട്ട് ദൈവം തിരഞ്ഞെടുക്കുന്ന മോശയോട് ദൈവം പറയുന്നുണ്ട്. അതായത് മോശയോട് പറയാണ് ഇസ്രായേൽ മക്കളോട് നീ പറയുക, നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് അബ്രഹാത്തിന്റെയും ഇസഹാക്കിന്റെയും ദൈവം യാക്കോബിന്റെയും ദൈവം എന്നെ നിങ്ങളുടെ അടുത്തേക്ക് അയച്ചിരിക്കുന്നു. അതായത് മോശയ്ക്ക് ഇസ്രായേൽ ജനത്തെ നയിക്കാനായിട്ടുള്ള ഉത്തരവാദിത്തം ദൗത്യം ഏൽപ്പിച്ചു കൊടുത്തപ്പോഴത്തേക്ക് മോശ പറയാണ് എനിക്ക് ഇതിനുള്ള കഴിവില്ല, ഞാൻ വിക്കനാണ് എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചപ്പോഴ് ദൈവം പറയുകയാണ്
ഞാനാണ് നിന്നെ അയച്ചിരിക്കുന്നതെന്ന് അവരോട് പറയുക. അങ്ങനെ ആ ദൈവം കൂട്ടത്തിൽ നടന്ന് ഇസ്രായേൽ ജനത്തെ സംരക്ഷിച്ചുകൊണ്ട്, മോശയെ ശക്തിപ്പെടുത്തുകൊണ്ട്, മനുഷ്യന്റെ കൂടെ ആയിരിക്കാനായിട്ട് എപ്പോഴും ശ്രമിക്കുന്നത് നമുക്ക് ഓരോ വചനത്തിലും കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ലേവ്യരുടെ പുസ്തകത്തില് നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്: ഞാൻ നിങ്ങളുടെ ഇടയിൽ സഞ്ചരിക്കും, ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങൾ എൻ്റെ ജനവുമായിരിക്കും. അപ്പം ഈ ഓരോ അവസ്ഥയിലും ദൈവം ഇസ്രായേൽ ജനത്തിന്റെ കൂടെ നടന്ന്, കൂടെ ആയിരുന്നുകൊണ്ട്, അവർക്ക് ഒരു കൂട്ടായ്മ അനുഭവം നൽകിക്കൊണ്ട് അവരെ സംരക്ഷിക്കുന്നത് നമ്മള് ഈ വചനങ്ങളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സഭാപ്രസംഗന്റെ പുസ്തകത്തിൽ നമ്മൾ ഇപ്രകാരമാണ് വായിക്കുന്നത്: 2 പേർ ഒരാളേക്കാൾ മെച്ചമാണ്, കാരണം അവർക്ക് ഒരുമിച്ച് കൂടുതൽ ഫലപ്രദമായി അധ്വാനിക്കാൻ കഴിയും. ഇത് ഈ വചനം വളരെ വിശദമായിട്ട് നമ്മളോട് പങ്കുവച്ചതാണ്. ഞാൻ എന്നാലും ഒന്ന് വായിച്ചു പോകാം. അവരിൽ ഒരുവൻ വീണാൽ അവന് താങ്ങാൻ കഴിയും, ഒറ്റയ്ക്കായിരിക്കുന്നവൻ വീണാൽ താങ്ങാൻ ആരുമില്ല, അവന്റെ കാര്യം കഷ്ടമാണ്. 2 പേർ ഒരുമിച്ച് കിടന്നാൽ അവർക്ക് ചൂട് കിട്ടും, തനിച്ചായാൽ എങ്ങനെ ചൂട് കിട്ടും? ഒറ്റയ്ക്കായിരിക്കുന്നവനെ കീഴ്പ്പെടുത്താൻ സാധിച്ചേക്കും, 2 പേരാണെങ്കിൽ ചെറുക്കാൻ കഴിയും. മുപ്പിരി ചരട് വേഗം പൊട്ടുകയില്ല. അതായത് ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് കൂടുതൽ ശക്തിയോടെ, ഒരുമയോടെ നിൽക്കുന്നവർക്ക് വളരെ ഫലപ്രദമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും എന്നുള്ളത് ഈ വചനം വളരെ വ്യക്തമാക്കി നമ്മളോട് പറയുകയാണ്. നമ്മൾ ഈ തിരുക്കുടുംബത്തിന്റെ കൂട്ടായ്മയില് പറ്റി ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, അവിടെ ഈശോ മാതാവിനും യോസേപ്പിതാവിനും കൂടെ വളരെ അനുസരണയുള്ള ഒരു ബാലനായിട്ടാണ് തിരുക്കുടുംബത്തില് കഴിയുന്നത്. അപ്പൊ ആ തിരുക്കുടുംബത്തിന്റെ തിരുക്കുടുംബം ഏറ്റവും നല്ലൊരു കൂട്ടായ്മയുടെ മാതൃകയാക്കിയിട്ട് നമ്മളുടെ മുമ്പില് യേശു ആ സ്നേഹ കൂട്ടായ്മയെ പ്രൊജക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എങ്ങനെയാണ് ഒരു കുടുംബം ആയിരിക്കണം എന്നുള്ളതിന്റെ വ്യക്തമായിട്ടുള്ള ഒരു ഉദാഹരണം നമുക്ക് കാണിച്ചു തരികയാണ്. വീണ്ടും യേശു ബാലൻ ആയിരുന്ന യേശു തിരുക്കുടുംബത്തില് മാതാപിതാക്കന്മാർക്ക് വിധേയനായിട്ട് ജീവിച്ചു. അത് കഴിഞ്ഞ് ഈശോ തന്റെ പരസ്യ ജീവിതം ആരംഭിക്കുമ്പോഴത്തേക്ക് അവിടെ ആദ്യം ചെയ്തത് ഒരു ശിഷ്യഗണത്തെ രൂപപ്പെടുത്തുകയാണ്. അതായത് ആ ശിഷ്യഗണത്തെ രൂപപ്പെടുത്തുന്നത് വചനത്തില് വ്യക്തമായിട്ട് പറയുന്നുണ്ട്: തന്നോടുകൂടി ആയിരിക്കുന്നതിനും വചനം പ്രഘോഷിക്കുന്നതിനും പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നതിനുമായി അവൻ 12 പേരെ തെരഞ്ഞെടുത്തു. അതായത് ഒരു കൂട്ടായ്മയിലാണ് വചനം പ്രഘോഷിക്കപ്പെടേണ്ടതെന്നും ആ കൂട്ടായ്മയിലൂടെ ദൈവരാജ്യം സംസ്ഥാപിതമാക്കാൻ സാധിക്കും എന്നും അതാണ് വേണ്ടതെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഈശോ നമുക്ക് കാണിച്ചു തരികയാണ് ചെയ്യുന്നത്. വീണ്ടും നമുക്ക് കാണാവുന്നതാണ് പരിശുദ്ധാത്മാവിന്റെ ആഗമനം ഉണ്ടാകുന്നത്. അതായത് പെന്തക്കോസ്തായ ദിനത്തിൽ, അതായത് യേശുവിന്റെ സ്വർഗാരോഹണം കഴിഞ്ഞ് ശിഷ്യന്മാരെല്ലാം ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് ഇങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിൽ അവര് മാതാവും മറ്റു സ്ത്രീകളോടൊപ്പം സെഖിയോൻ മാളയിൽ പ്രാർത്ഥിച്ചിരിക്കുന്ന സമയത്താണ് പരിശുദ്ധാത്മാ അഭിഷേകം ഉണ്ടാകുന്നത്. ആ പരിശുദ്ധാത്മാവ് വന്ന് നിറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ സംഭവിക്കുന്നത് നമ്മൾ അപ്പോസ്തല പ്രവർത്തനത്തിൽ വായിക്കുന്നുണ്ട്. എല്ലാവരും, ശിഷ്യന്മാരെല്ലാവരും വളരെ പരിശുദ്ധാത്മ നിറവിൽ ശക്തി പ്രാപിച്ച് അവരെ തീഷ്ണതയോടെ വചനം പ്രഘോഷിക്കാൻ തുടങ്ങി. പത്രോസ്ലിയ എഴുന്നേറ്റ് നിന്ന് വചനം പ്രഘോഷിക്കുമ്പോഴത്തേക്ക് അത് കേട്ടിരുന്ന ഓരോ വ്യക്തികളും അവര് ചോദിക്കുകയാണ്: സഹോദരന്മാരെ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? കാരണം നിങ്ങൾ കുരിശിൽ തറഞ്ഞു കൊന്ന യേശുവിനെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി ഉയർത്തി എന്ന് പറഞ്ഞുകൊണ്ട് പൗലോസ്ലിയ പ്രഘോഷിക്കുമ്പോഴേ ആ വചനം കേട്ടുകൊണ്ടിരുന്ന ഓരോ വ്യക്തികളും അവരുടെ തെറ്റിനെ പറ്റി അനുതപിക്കാനും അവർക്ക് ആ മാനസാന്തര അനുഭവത്തിലേക്ക് വരാനും സാധിച്ചു. അതുകൊണ്ടാണ് അവർ ചോദിച്ചത്, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ പത്രോസ്ലിയ അവിടെ പറയുന്നുണ്ട്: നിങ്ങൾ മാനസാന്തരപ്പെടുവിൻ, പാപമോചനത്തിനായി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കും. അങ്ങനെ ആ ദിവസം തന്നെ 3000-ഓളം ആളുകൾ സ്നാനം സ്വീകരിച്ച് സഭ അവിടെ
സ്ഥാപിതമാകുകയാണ് ചെയ്യുന്നത്. അത് വലിയൊരു കൂട്ടായ്മ സഭയില് സ്ഥാപിതമാകുന്നു. ആദ്യമായിട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാര് സഭയോട് ചേർന്ന ദിവസമാണ്, സഭ സ്ഥാപിച്ച ദിവസമാണ്. തിരുസഭയാകുന്ന ആ കൂട്ടായ്മ നമുക്ക് ഈ ചിത്രത്തിലേക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ പുതിയ പാപ്പ ലേയോ പാപ്പയാണ് എല്ലാ കർദിനാൾമാരെ കൂടെ ചേർന്നിട്ട് വലിയൊരു സ്നേഹത്തിന്റെ കൂട്ടായ്മയിൽ നിൽക്കുകയാണ്. അവിടെ വിശ്വാസത്തിന്റെയും സ്നേഹത്തിന്റെയും ഒരു വലിയ ജ്വാല വീണ്ടും ലോകമെങ്ങാനും വ്യാപിക്കുവാനായിട്ട് എല്ലാ ആൾക്കാർക്കും അതിന് വഴിയൊരുക്കണമെന്ന് ഫ്രാൻസിസ് പാപ്പ എല്ലാവരെയും ആഹ്വാനം ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് തിരുസഭയാകുന്ന കൂട്ടായ്മയാണ് ഏറ്റവും ശക്തമായ കൂട്ടായ്മയെന്നും അവിടെ സ്നേഹവും വിശ്വാസവും പങ്കുവയ്ക്കപ്പെടുകയാണ് എന്നുള്ള വലിയൊരു ബോധ്യം നമുക്ക് എല്ലാവർക്കും തരികയാണ് ചെയ്യുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, കൂട്ടായ്മയിലുള്ള വളർച്ചയാണ് ആക്ച്വലി ശരിക്കും ദൈവരാജ്യ വളർച്ച എന്ന് പറയുന്നത്. അതായത് അപ്പോസ്തല പ്രവർത്തനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് 2:42 വചനം, അവർ അപ്പോസ്തലന്മാരുടെ പ്രബോധനം, കൂട്ടായ്മ, അപ്പം മുറിക്കൽ, പ്രാർത്ഥന എന്നിവയിൽ സദാ താല്പര്യപൂർവം പങ്കുചേർന്നു. അപ്പൊ ഈ പ്രബോധനങ്ങളും അപ്പം മുറിക്കലും പ്രാർത്ഥനയും അതെല്ലാം കൂടെ ചേർന്ന കൂട്ടായ്മ വരുമ്പോഴത്തേക്ക് അത് വളരെ ശക്തമായ ഒരു കൂട്ടായ്മയായി മാറുന്നു. ദൈവവചനം പങ്കുവയ്ക്കപ്പെടുന്നു. ദൈവസ്നേഹത്തില് ആയിരിക്കുവാനായിട്ട് എല്ലാ വ്യക്തികൾക്കും സാധിക്കുകയും ചെയ്യുന്നു. വീണ്ടും 2:44 വചനം പറയാണ്, വിശ്വസിച്ചവരെല്ലാവരും ഒറ്റ സമൂഹമാകുകയും തങ്ങൾക്കുണ്ടായിരുന്നതെല്ലാം പൊതുവായി കരുതുകയും ചെയ്തു. ആ കൂട്ടായ്മ എങ്ങനെയാണ് ശക്തിപ്പെടുത്തുന്നത് എന്നുള്ളത് വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോസ്തല പ്രവർത്തനം 2:46 വചനം പറയുകയാണ്, അവർ ഏക മനസ്സോടെ താല്പര്യപൂർവം അനുദിനം ദേവാലയത്തിൽ ഒന്നിച്ചുകൂടുകയും ഭവനം തോറും അപ്പം മുറിക്കുകയും ഹൃദയലാളിത്യത്തോടും ആഹ്ലാദത്തോടും കൂടെ ഭക്ഷണത്തിൽ പങ്കുചേരുകയും ചെയ്തിരുന്നു. ഒരേ മനസ്സാണ് കൂട്ടായ്മയെ ശക്തിപ്പെടുത്തുന്നത്. താല്പര്യപൂർവം ദേവാലയത്തിൽ ഒന്നിച്ചുകൂടി അനുദിനം പ്രാർത്ഥിക്കുക, പങ്കുവെക്കുക. ഈ പങ്കുവെക്കലിന്റെ അനുഭവം കൂട്ടായ്മയെ ശക്തിപ്പെടുത്തുന്നു. അവിടെ സ്നേഹം വളരുന്നു, ദൈവസ്നേഹം പങ്കുവെക്കപ്പെടുന്നു. അപ്പൊ ഈ കൂട്ടായ്മയിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഒന്നും കൂടെ വിശദമായിട്ട് കാണാൻ സാധിക്കും. ഏക മനസ്സാകുന്നു, സ്നേഹം പങ്കുവയ്ക്കപ്പെടുന്നു, വീണ്ടും ബന്ധങ്ങൾ വളരുന്നു. പരസ്പര സ്നേഹത്തിൽ ആഴപ്പെടാനായിട്ട് ഓരോ വ്യക്തികൾക്കും സാധിക്കുന്നതാണ് കൂട്ടായ്മയിലുള്ള വലിയൊരു അനുഭവം. അതുപോലെ പങ്കുവെക്കൽ വളരുകയാണ്. ഒരാൾക്ക് ഇല്ല എന്ന് കാണുമ്പോൾ അത് അവർക്ക് കൊടുക്കാനായിട്ട്, സ്നേഹമാണേലും അല്ലെങ്കിൽ ഭക്ഷണമാണേലും എന്താണേലും ആവശ്യക്കാരന് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ അത് പങ്കുവെക്കാനായിട്ടുള്ള വലിയൊരു മനസ്സ് കിട്ടുകയാണ്. അതുപോലെ തന്നെ സമർപ്പണം ആഴപ്പെടുന്നു. ആ പരസ്പരമുള്ള സ്നേഹം വളരുമ്പോഴത്തേക്ക് കൂടുതലായിട്ട് ദൈവസ്നേഹത്തിൽ ആഴപ്പെടാനായിട്ട് നമ്മള് പൂർണ്ണമായിട്ടും ആ ദൈവകൃപയ്ക്ക് കീഴ്പ്പെട്ടുകൊണ്ട് നമ്മളെ തന്നെ ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് കൂടുതൽ ഭക്തിയോടെ അല്ലെ കൂടുതൽ നിറവോടെ ആ കൂട്ടായ്മയിൽ ആയിരിക്കാൻ സാധിക്കുന്നു. പരസ്പരമുള്ള ബന്ധങ്ങൾ തരുന്നു. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കൂട്ടായ്മയില് തിരുത്തലുകൾ സാധ്യമാക്കുന്നു. അതായത് നമുക്ക് സ്നേഹമുള്ള ഒരാൾ നമ്മളോട് ഒരു തെറ്റ് ചൂണ്ടിക്കാണിച്ച് സ്നേഹത്തോടെ പറയുമ്പോഴത്തേക്ക് ആ തെറ്റ് നമുക്ക് അംഗീകരിക്കാനും അത് കറക്റ്റ് ചെയ്യാനുമായിട്ട് വളരെ എളുപ്പമാണ്. അപ്പൊ അങ്ങനെ തിരുത്തലുകൾ സാധ്യമാക്കിക്കൊണ്ട് ബന്ധങ്ങളെ ഊഷ്മളമാക്കാനും കൂട്ടായ്മ ശക്തിപ്പെടുത്താനും നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. ഇനിയും കൂട്ടായ്മ ശക്തിപ്പെടുത്താനായിട്ട് ഏറ്റവും അത്യാവശ്യം വേണ്ടതാണ് പ്രാർത്ഥന. അപ്പം പ്രാർത്ഥനയും ദൈവിക വചനങ്ങള് കൂടുതൽ കൂടുതൽ പഠിച്ച് കൂട്ടായ്മയിൽ നമുക്ക് ആഴത്താൻ സാധിക്കും. ഇങ്ങനെ ഒരു ക്രിസ്തു ശിഷ്യന്റെ ശരിക്കുള്ള രൂപീകരണം നടക്കുന്നത് കൂട്ടായ്മയിലാണെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ സാധിക്കും. എഫെസ്യർ ലേഖനം 4:32
ആണ് പറയുന്നത്, ദൈവം ക്രിസ്തു വഴി നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും പരസ്പരം ക്ഷമിച്ചും കരുണ കാണിച്ചും ഹൃദയാർദ്രതയോടെ പെരുമാറുവൻ. അതായത് ക്ഷമിക്കുന്ന സ്നേഹത്തിന് മാത്രമേ ഒരു നല്ല വ്യക്തിയെ രൂപപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. അതാണ് നമ്മളോട് യേശു പറഞ്ഞു തന്നേക്കുന്നത്. നമ്മൾ ക്ഷമിക്കുന്നത് പോലെ നമ്മളോട് ക്ഷമിക്കാനായിട്ട് നമ്മൾ ആ സ്വർഗസ്നായ പിതാവേ എന്നുള്ള പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കുന്നതും അത് തന്നെയാണ്. അപ്പോൾ നമ്മൾ ക്ഷമിച്ചാൽ മാത്രമേ നമ്മളുടെ തെറ്റുകൾ നമ്മളോട് ക്ഷമിക്കുകയുള്ളൂ എന്നുള്ള തിരിച്ചറിവും, അതുകൊണ്ട് തന്നെ പരസ്പരം കരുണ കാണിച്ചുകൊണ്ട് സ്നേഹാർദ്രതയോടെ ഹൃദയാർദ്രതയോടെ പെരുമാറാനായിട്ടുള്ള വലിയ കൃപ നമുക്ക് ലഭിക്കുന്നത് കൂട്ടായ്മയിലൂടെയാണെന്നുള്ളതാണ്. വചനം പറയാണ്, സഹോദരി ആകയാൽ എന്തു വേണം? നിങ്ങൾ സമ്മേളിക്കുമ്പോൾ ഓരോരുത്തർക്കും ഒരു സങ്കീർത്തനമോ സാരോപദേശമോ വെളിപാടോ ഭാഷയോ വ്യാഖ്യാനമോ ഉണ്ടായിരിക്കട്ടെ. ഇവയെല്ലാം ആത്മീയ ഉത്കർഷത്തിനായിട്ട് ഉപയോഗപ്പെടുത്തുവിൻ. അപ്പൊ വചനം ഹൃദയത്തില് നമുക്ക് എപ്പോഴും ഉണ്ടായെങ്കിൽ മാത്രമേ നമുക്ക് ആ വചനാധിഷ്ഠിതമായിട്ട് നല്ല സ്നേഹത്തോടെ ഏതൊരു കൂട്ടായ്മയിലും ആയിരിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് നമ്മൾ ഈ വചനത്തിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ആഴമായ ഒരു ക്രിസ്തു അനുഭവത്തിൽ വളരാനായിട്ട് നമ്മളെ കൂട്ടായ്മ എപ്രകാരം സഹായിക്കുന്നു എന്നുള്ളത് ഒന്നും കൂടെ നമുക്ക് വ്യക്തമാക്കി തരികയാണ്. അതായത് ആ കൂട്ടായ്മയില് വ്യക്തിപരമായ പ്രാർത്ഥന ഉണ്ടാവണം, ദൈവവചന ധ്യാനം ഉണ്ടാകണം, കൗദാശിക ജീവിതത്തിൽ വളരാനുള്ള ഒരു അവസ്ഥ ഉണ്ടാകണം, വേദനിക്കുന്നവരോട് ചേർന്ന് നിൽക്കാനായിട്ടുള്ള ഒരു സാഹചര്യം, അതുപോലെ ദശാംശം പങ്കുവയ്ക്കുക, ആത്മീയ ശിക്ഷണത്തിൽ വളരുക. ഈ ക്വാളിറ്റീസ് എല്ലാം നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റും നമ്മുടെ മിസിയോ കുടുംബത്തിന്റെ ക്വാളിറ്റീസ് ആണ് ഇതല്ല. അല്ലെ മിസിയോയിലായിരിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു വ്യക്തി എങ്ങനെയായിരിക്കണം എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഇതില് പരാമർശിക്കുകയാണ്. പരീസി നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കെല്ലാം അറിയാം, മിസിയോയിൽ വരുമ്പോഴത്തേക്ക് അവിടെ ഒരു വലിപ്പച്ചെറുപ്പമില്ല, എല്ലാവരും തമ്മിൽ പങ്കുവെക്കുന്നു, വേദനിക്കുന്നവരോട് ചേർന്ന് നിൽക്കാനായിട്ടുള്ള താല്പര്യം കാണിക്കുന്നു, കൗദാശിക ജീവിതത്തിൽ ആഴപ്പെടുന്നു. അതായത് കൂടെയുള്ള കുമ്പസാരവും അതുപോലെ ദിവസേനയുള്ള ദിവ്യബലിയിലുള്ള പങ്കാളിത്തവും വചന വായനയും ധ്യാനവും ഒക്കെ കൂടെ വരുമ്പോഴത്തേക്ക് ആത്മീയമായിട്ട് വളരെ നമുക്ക് ആത്മീയ ജീവിതത്തിൽ വളരെ മുന്നോട്ട് പോകുവാനും ആഴപ്പെടുവാനും അതുപോലെ സ്നേഹം പങ്കുവയ്ക്കാനും സാധിക്കുന്നു എന്നുള്ളതാണ്. വീണ്ടും ദശാംശം പങ്കുവയ്ക്കുക. നമുക്കറിയാം, നമുക്ക് ചെറുതെന്ന് തോന്നുന്ന സംഖ്യയാകാം, പക്ഷെ അത് അർഹിക്കുന്നവന് അത് ഒത്തിരി വലുതാണ്. ചിലപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഒരു ചെറിയ എമൗണ്ട് ആയിരിക്കാം അവനെ വലിയ വിജയത്തിലേക്ക് നയിക്കുന്നത്. അപ്പം ദശാംശം പങ്കുവെക്കുക എന്ന് പറയുന്നത് നമ്മളുടെ എല്ലാവരുടെയും വലിയൊരു കടമയാണെന്നും അത് നമ്മുടെ ആരുടെയും ഔദാര്യമല്ല, മറ്റവന് അർഹിക്കുന്നത് നമ്മൾ കൊടുക്കുന്നത് മാത്രമാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്തില്ലെങ്കിൽ അതിൻ്റെ ഒരുപക്ഷെ അതിന്റെ ശിക്ഷ തന്നെ നമുക്ക് ഉണ്ടാകും എന്നുള്ള ഒരു ബോധ്യം കൂടി ഈ കൂട്ടായ്മയിലായിരിക്കുമ്പോൾ നമുക്കുണ്ടായാൽ അത് വളരെ നല്ലതായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. വീണ്ടും ആത്മീയ ശിക്ഷണത്തിൽ വളരുക. നമുക്കറിയാം, മിസിയോയില് നമുക്ക് നേതൃത്വം നൽകുന്ന നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ആലിസേച്ചിയുണ്ട്, അതുപോലെ നമ്മുടെ ആനിമേറ്റർ ആയിട്ടുള്ള അഗസ്റ്റിൻ മുണ്ടിയത്തച്ഛനുണ്ട്, മറ്റ് അച്ഛന്മാരൊക്കെ ഉണ്ട്. നമുക്ക് അതുപോലെ നേതൃത്വം നൽകുന്ന നമ്മുടെ ചിക്കാഗോ രൂപതയുടെ പിതാവുണ്ട്. ഇവരെല്ലാവരും തന്നെ നമുക്ക് ആത്മീയമായിട്ടുള്ള നേതൃത്വം നൽകുകയും ആത്മീയമായിട്ടുള്ള ഒരു ശിക്ഷണത്തിലൂടെ നല്ലൊരു കൂട്ടായ്മയായിട്ട് നമ്മളെ വളർത്തുകയുമാണ് ചെയ്യുന്നത്. അപ്പം മിസിയോ കൂട്ടായ്മ ഒരു പഴയ ആദിമ സമൂഹത്തിന്റെ ഡിറ്റോയിലുള്ള ഒരു നല്ല കൂട്ടായ്മയായിട്ട്
ലോകം മുഴുവൻ വളരുവാനായിട്ട്, ലോകം മുഴുവൻ എത്തുവാനായിട്ട് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. അത് അങ്ങനെ ആവാനായിട്ട് നമ്മൾ കൂടുതൽ കൂടുതൽ പരിശ്രമിക്കുകയും ചെയ്യുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ അവസരത്തിൽ ഒരു കാര്യം കൂടെ ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞങ്ങള് ഈ കഴിഞ്ഞ മാസം ഞങ്ങൾക്ക് വത്തിക്കാൻ വരെ ഒരു പിൽഗ്രിമേജിന്റെ ഭാഗമായിട്ട് പോകാൻ സാധിച്ചു. അതിനോട് ചേർന്നിട്ട് നമ്മുടെ ഓസ്ട്രേലിയയിലിരിക്കുന്ന നമ്മുടെ മിസിയോ ട്രസ്റ്റിന്റെ മെമ്പറും അതുപോലെ മിസിയോ ടീമിലെ വളരെ ശക്തമായിട്ടുള്ളൊരു റോൾ വഹിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട തോമസിന്റെയും കുടുംബത്തിന്റെയും കൂടി ആയിരിക്കാനായിട്ട് സാധിച്ചു. അത് വലിയൊരു അനുഭവമായിരുന്നു. അപ്പം നമ്മളുടെ സ്വന്തം വീട്ടിൽ ചെല്ലുന്ന പോലെ നമുക്കായിരിക്കാനും അവിടെ നമുക്ക് ഒന്നായി നിന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാനും ഒക്കെയുള്ള വലിയൊരു കൃപ ദൈവം നൽകുകയുണ്ടായി. ഈ തോമസിനെ ഇപ്പം പ്രത്യേകിച്ച് ഓർക്കുകയും നന്ദിയോടെ ആ കാര്യം നിങ്ങളോടുമായിട്ട് പങ്കുവെക്കുകയും ചെയ്യുകയാണ്. 1 യോഹന്നാനിലെ വചനം നമ്മള് 1 യോഹന്നാൻ 2 വചനം ഇപ്രകാരമാണ് പറയുന്നത്. അതായത് കൂട്ടായ്മയിൽ വളരാനും അനുഭവം പങ്കുവെക്കുവാനായിട്ടുള്ള ഒരു തീക്ഷ്ണമായിട്ടുള്ള ഉപദേശമാണ് ആ വചനത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ഞങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്ത കാര്യങ്ങൾ നിങ്ങളെയും ഞങ്ങൾ അറിയിക്കുന്നു. അതായത് സ്ലീഹന്മാര് യേശുവിന്റെ കൂടെ നടന്ന് അവര് കാണുകയും അവര് കേൾക്കുകയും ചെയ്തത് നിങ്ങളെയും ഞങ്ങൾ അറിയിക്കുന്നു. അത് ഞങ്ങളുമായി നിങ്ങൾക്ക് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിനാണ് ഇത് പ്രഘോഷിക്കുന്നത്. ഞങ്ങളുടെ കൂട്ടായ്മയാകട്ടെ പിതാവിനോടും അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിനോടുമാണ്. അത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ പിതാവിനോടും പുത്രനോടും പരിശുദ്ധാത്മാവിനോടും ചേർന്ന് സ്നേഹത്തില് സഹോദരങ്ങളുമായിട്ട് സ്നേഹം പങ്കുവെച്ചു ജീവിക്കുമ്പോഴത്തേക്ക് നമുക്ക് അതിന്റെ സ്നേഹത്തിന്റെ പൂർണ്ണത ലഭിക്കുന്നു, സന്തോഷം ലഭിക്കുന്നു, വലിയൊരു കൂട്ടായ്മ അനുഭവം ലഭിക്കുകയാണ്. ഈ 1 കൊറിന്ത്യൻസ് 12-ാം അധ്യായം 12 മുതൽ 27 വരെയുള്ള വചനത്തില് പൗലോസ്ലീഹ സഭയെ ക്രിസ്തുവിന്റെ ഭൗതിക ശരീരമായ സഭയെ ഉപമിക്കുന്നത് ഒരു ശരീരത്തോടാണ്. അതായത് ക്രിസ്തുവാകുന്ന ശരീരത്തില് 27-ാം വചനം പ്രത്യേകം പറയുന്നതാണ്, നിങ്ങൾ ക്രിസ്തുവിന്റെ ശരീരവും ഓരോരുത്തരും അതിലെ അംഗങ്ങളുമാണ്. അതായത് സഭ എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ ഭൗതിക ശരീരമാണെങ്കിൽ നമ്മൾ ഓരോരുത്തരും ആ സഭയിലെ ഓരോ അവയവങ്ങളാണ്. എന്റെ ശരീരത്തില് കാലിനോട് അല്ലെ കൈയോടോ എനിക്ക് ഒരു വെറുപ്പും ഉണ്ടാകാറില്ല. ഈ കാലും കൈയും എല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഫലപ്രദമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ആഴമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ഓരോരുത്തരും ക്രിസ്തുവിന്റെ ശരീരമാണെന്നാണ് പൗലോസ് അവിടെ പ്രയോഗിക്കുന്നത്. ഓരോരുത്തരും ക്രിസ്തുവിന്റെ ശരീരമാണ്. അതുപോലെ ഓരോ വ്യക്തിയും ക്രിസ്തുവിന്റെ ശരീരത്തിലെ അംഗങ്ങളാണ്, അവയവങ്ങളാണ്. അപ്പൊ അങ്ങനെ അവയവങ്ങളായിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും സ്വന്തം ശരീരത്തെ സ്നേഹിക്കുന്ന പോലെ സഭയെ സ്നേഹിക്കുകയും, അതായത് മറ്റുള്ളവരെ നമ്മളുടെ ശരീരത്തിലെ ഒരു ഭാഗമാണെന്നുള്ള ആ ഒരു കാഴ്ചപ്പാടോടെ അത്ര സ്നേഹത്തോടെ നമ്മൾ ചേർത്ത് പിടിക്കുമ്പോൾ എല്ലാവരുമായിട്ട് പങ്കുവെക്കാനും പരസ്പരം വളർത്താനും മറ്റുള്ളവരുടെ വേദനകൾ കണ്ടു മനസ്സിലാക്കാനും അവരെ വേണ്ട വിധത്തില് വേണ്ട സമയത്ത് സഹായിക്കാനും ഒക്കെ നമുക്ക് സാധിക്കുന്നു. അതൊരു വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ്, ഔദാര്യമായിട്ടല്ല, നമ്മുടെ ഓരോരുത്തരുടെയും കടമയായിട്ട് അതിനെ കാണുവാനായിട്ടും നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. ഒറ്റയ്ക്ക് വളരാൻ സാധിക്കില്ല, ഒരുമയിലേ വളരാൻ സാധിക്കുകയുള്ളൂ. ജോൺ പോൾ പാപ്പ പറയാണ്, കൂട്ടായ്മയുടെ ആത്മീയത എന്ന് പറയുന്നത് സഹോദരന്മാർ തമ്മിൽ പരസ്പരം ഹൃദയത്തിൽ ഇടം നൽകിക്കൊണ്ടും പരസ്പരം ഭാരം വഹിച്ചുകൊണ്ടും മുന്നേറുക എന്നാണ് അർത്ഥമാക്കുന്നത്. നമ്മിൽ വസിക്കുന്ന ത്രിത്വത്തെ കുറിച്ചുള്ള ഹൃദയത്തിന്റെ ധ്യാനവും ത്രിത്വത്തിന്റെ പ്രകാശം മറ്റുള്ളവരുടെ മുഖത്ത് ദർശിക്കാനുള്ള ഉൾക്കാഴ്ചയും അതിൽ അടങ്ങിയിരിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ നിറവുള്ള ഒരു വ്യക്തിക്ക് അടുത്ത് കാണുന്ന വ്യക്തിയില് ആ ദൈവസ്നേഹം അനുഭവിക്കാനേ സാധിക്കുകയുള്ളൂ. അവരിൽ എന്തെങ്കിലും ചെറിയ കുറവുകളോ കുറ്റങ്ങളോ ഉണ്ടെങ്കിൽ അത് കാണില്ല, മറിച്ച്
അവരെ ആ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കാനായിട്ട് സാധിക്കും. ഇങ്ങനെ ഓരോ വ്യക്തിയും മറ്റുള്ളവരില് യേശുവിനെ കാണുമ്പോൾ എന്നിൽ ക്രിസ്തു ജീവിക്കുന്നു, മറ്റുള്ളവരിൽ ക്രിസ്തു ജീവിക്കുന്നു എന്നുള്ള പൂർണ്ണ ബോധ്യത്തിലേക്ക് നമുക്ക് വരാനായിട്ട് സാധിക്കും. അങ്ങനെ ശക്തമായിട്ടുള്ള ഒരു കൂട്ടായ്മ ജീവിതം നയിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. പിന്നെ ഫ്രാൻസിസ് പാപ്പ പറയുകയാണ്, നമ്മളുടെ ഇടവകയാണ് നമ്മളുടെ ഏറ്റവും വലിയ കൂട്ടായ്മ. അപ്പൊ ഇടവകയില് എല്ലാവരും പരസ്പരം അതിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ഒന്നു ചേർന്നുകൊണ്ട് സുവിശേഷവൽക്കരണ കർത്താക്കളാകുകയും പരസ്പരം പ്രോത്സാഹിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്യണമെന്ന് പാപ്പ ആഹ്വാനം ചെയ്യുകയാണ്. അതായത് ദാഹിക്കുന്നവർ തങ്ങളുടെ യാത്രാമധ്യേ പാനം ചെയ്യുന്നതിനായി അണയുന്ന പുണ്യസങ്കേതവും നിരന്തരമായ പ്രേക്ഷിത പ്രവർത്തനങ്ങളുടെ കേന്ദ്രവുമായ സമൂഹങ്ങളുടെ സമൂഹമാണ് ഇടവക എന്നാണ് പാപ്പ പറഞ്ഞു വയ്ക്കുന്നത്. അതുപോലെ തന്നെ ഫ്രാൻസിസ് പാപ്പ നമ്മളെ എല്ലാവരെയും ആഹ്വാനം ചെയ്തിട്ടുള്ളതാണ്. ഭൂമി പൊതുഭവനമാണ്, ഇത് ആരുടെയും സ്വന്തമായിട്ടുള്ളതല്ല, എല്ലാവർക്കും ഒരേപോലെ അവകാശപ്പെട്ടതാണ്. അവിടെ ആരും തമ്മിൽ വലിപ്പമോ ചെറുതോ എന്നുള്ള വ്യത്യാസമില്ല. എല്ലാവരുമായിട്ട് പങ്കുവെച്ച് പരസ്പരം സ്നേഹത്തില് കൂട്ടായ്മയിലായിരിക്കുക എന്നുള്ളതാണ് പാപ്പ അവിടെ നമ്മളെ എല്ലാവരെയും ആഹ്വാനം ചെയ്യുന്നത്. അങ്ങനെ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ നമുക്ക് വചനത്തിലൂടെ കടന്നുപോയാൽ കാണാൻ സാധിക്കും. കൂട്ടായ്മയുടെ ആഴവും നന്മയും നമുക്ക് കണ്ടെത്താനാകും. കൂട്ടായ്മയായ ദൈവം നമ്മെ ഒരിടയനും ഒരു തൊഴുത്തുമാകുന്ന കൂട്ടായ്മ അനുഭവത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് ക്ഷണിക്കുകയാണ്. മിസിയ കുടുംബത്തിലെ ഓരോ അംഗങ്ങളും ഈ ഒരു ക്ഷണം ഏറ്റെടുത്തുകൊണ്ട് ഏറ്റവും ഫലപ്രദമായ രീതിയിൽ ആത്മീയ ജീവിതം ആഴപ്പെടുവാനായിട്ടും സ്നേഹം പങ്കുവെക്കാനായിട്ടും മറ്റുള്ളവരിലെ യേശുവിനെ കണ്ടുകൊണ്ട് ഒരു അഞ്ചാമത്തെ സുവിശേഷമായി യേശുവിനെ പങ്കുവെച്ച് ദൈവരാജ്യം പടുത്തുയർത്താനായിട്ട് നമുക്ക് എല്ലാവർക്കും ഒന്നുചേർന്ന് പരിശ്രമിക്കാം. കൂട്ടായ്മയിലേക്ക് നമ്മളെ കൂടുതൽ കൂടുതൽ ആഴപ്പെടുത്താനായിട്ട് നമുക്ക് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം തേടി യാചിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവം എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. സ്ലൈഡ് പ്രസന്റേഷനിലൂടെ കൂട്ടായ്മയെ കുറിച്ച് നമുക്ക് ആഴത്തിൽ അറിവ് പകർന്ന ദിശാമ്മ ചേച്ചിക്ക് സ്നേഹത്തോടെ നന്ദി അർപ്പിക്കുന്നു. നമ്മുടെ ആത്മീയ പിതാവും ചിക്കാഗോ രൂപതയുടെ ഇടയനുമായ അഭിവന്ദ്യമാർ ജോയി ആലപ്പെട്ട പിതാവ് ഈ മീറ്റിംഗിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. പിതാവിനെ ഏറെ സ്നേഹാദരവോടെ സ്വാഗതം ചെയ്യുകയും പാറ്റേൺ മെസ്സേജിനായി ക്ഷണിക്കുകയും ചെയ്യുന്നു. ഫ്രാൻസിയുടെ പിതാവ് വന്നിട്ടില്ല കേട്ടോ. അനൗൺസ്മെന്റ്സ് ഉണ്ട്. സബ് ഗ്രൂപ്പ് മീറ്റിംഗിൽ എല്ലാവരും പങ്കെടുക്കാൻ ശ്രദ്ധിക്കണമെന്ന് അപേക്ഷിക്കുന്നു. എല്ലാ ദിവസവും സബ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യപ്പെടുന്ന വേർഡ് ഓഫ് ദ ഡേ നിങ്ങളെ എങ്ങനെ സ്പർശിച്ചു എന്ന് ഒരു വോയിസ് മെസ്സേജ് ആയോ നിങ്ങളുടെ സബ് ഗ്രൂപ്പിൽ എല്ലാവരും പോസ്റ്റ് ചെയ്യണം. ഓൺലൈനിൽ നടത്തപ്പെടുന്ന പ്രിലിമിനറി കോഴ്സ് 8 ക്ലാസ്സുകൾ മാത്രമുള്ളതാണ്. ഏകദേശം 34 ക്ലാസ്സുകളുള്ള ഫുൾ മിസിയോ കോഴ്സ് ജൂലൈ മാസം 14 മുതൽ 19 വരെ അങ്കമാലി ജോസ്പുരം ഇമാനുവൽ ഭവനിൽ സെന്റ് ക്ലാരറ്റ് ട്രെയിനിങ് സെന്ററിൽ വെച്ച് നടത്തപ്പെടുന്നു. പങ്കെടുക്കുവാൻ താല്പര്യമുള്ളവർ ദയവായി 90 61 95 42 30 70 12 57 45 57 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക. മിസിയോ ഭവനിൽ 1-2 ദിവസം വന്ന് താമസിച്ച് നിത്യാരാധനയിൽ ഇരുന്ന് ഭാരത മിഷന് വേണ്ടി പ്രാർത്ഥിക്കാൻ തയ്യാറുള്ളവർ ദയവായി അറിയിക്കുക. കുടുംബമായോ അല്ലാതെയോ വരാവുന്നതാണ്. നിങ്ങളുടെ ഇടവകളിൽ കുടുംബ യൂണിറ്റ് നേതൃത്വങ്ങൾക്കും മതാധിപർക്കും
ഒക്കെയായി വികാരേജിന്റെ അനുവാദത്തോടെ മിസിയോ ഫുൾ കോഴ്സ് സംഘടിപ്പിച്ചാൽ മിസിയോ ടീം അവിടെ എത്തി കോഴ്സ് നടത്തി തരുന്നതാണ് എന്ന് അറിയിക്കുന്നു. മിസിയോ വൈബ്സ് നമ്മുടെ കുടുംബത്തിൽ നിന്നും എല്ലാ മാസവും മലയാളത്തിലും ഇംഗ്ലീഷിലും പബ്ലിഷ് ചെയ്യപ്പെടുന്ന ഓൺലൈൻ ന്യൂസ് ലെറ്റർ ആണ്. PDF ഫയലായിട്ടാണ് നിങ്ങൾക്ക് ഇത് ലഭിക്കുക. നമ്മൾ ഒരു മിഷൻ ആണെന്ന ബോധ്യം നൽകാൻ ഉതകുന്ന അതിൽ വരുന്ന ലേഖനങ്ങളൊക്കെ എല്ലാവരും വായിക്കുവാൻ പരിശ്രമിക്കണം. അനോണിമസായി ആയ യാതൊരു മെസ്സേജുകൾക്കും ആരും റെസ്പോണ്ട് ചെയ്യരുത്. മിസിയോ കുടുംബത്തിൽ നിന്നും പണസംബന്ധമായ ഒരു കാര്യത്തിനായും ആരും നിങ്ങളെ വിളിക്കില്ല. അത്തരം കോളുകളുടെയോ മെസ്സേജുകളെയോ അറിവ് ലഭിച്ചാൽ ഉത്തരവാദിത്തപ്പെട്ടവരെ ഉടനെ വിവരം അറിയിക്കണമെന്നും ബ്ലോക്ക് ചെയ്യണമെന്നും അറിയിക്കുന്നു. വൈൻഡ് അപ്പ് സെഷന് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട ആരിസ് കുട്ടി ചേച്ചിയെ ക്ഷണിക്കുന്നു. താങ്ക് യു വെരി മച്ച്. ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ. ഏതായാലും ഷൈനിയുടെ ടെസ്റ്റ് മണിയൊക്കെ കേട്ടപ്പോ എനിക്കൊരു ചെറിയ അസുഖം തോന്നി. കൊച്ചുപ്രായത്തിൽ പോയി ധ്യാനമൊക്കെ കൂടിയിട്ട് എത്ര കൂട്ടായ്മകളൊക്കെ പെടുത്തി വരുത്താനൊക്കെ കർത്താവ് ഉപയോഗിച്ചതല്ലേ. ചേച്ചിയുടെ പ്രൊക്ലമേഷനും ലിസമ്മയുടെ പ്രസന്റേഷനും ഒക്കെ നമുക്ക് കൂട്ടായ്മയെ കുറിച്ചുള്ള നല്ലൊരു അറിവ് തന്നു. ഈ ഒരു ചെയ്ത ഈ ആഴ്ചയിൽ നിങ്ങൾ കഴിയുന്നതും ഒരു പ്രാവശ്യം കൂടെ ഒന്ന് കേൾക്കുന്നുണ്ട്. ഇപ്പൊ 66 പേരെങ്ങാണ്ട് കയറിയിട്ടുള്ളില്ലേ, 62 ഇപ്പോഴും. നമ്മള് ഇത്രയും വലിയ ഗ്രൂപ്പ് ഉണ്ടെന്നെങ്കിലും അവരൊന്നും വളരെ പേരും കയറുന്നില്ല. ഏതായാലും ഇതൊക്കെ ചുമ്മാ നമ്മള് ഇത്രയും കാര്യമായിട്ട് എടുക്കുമ്പോഴേ നമുക്ക് ഉപകാരപ്പെടുത്തുന്നില്ല എന്നെങ്ങാണ്ട് വരുമ്പോൾ നമുക്കൊരു സങ്കടമുണ്ട്. ഓക്കെ, ഇതൊക്കെ നമ്മളെല്ലാരും കൂടെ കൂടിയല്ലേ ഇതെല്ലാം ചെയ്യുന്നത്. അപ്പൊ കൂട്ടായ്മയുടെ പ്രാധാന്യത്തെ കുറിച്ചും ഒക്കെ നമുക്ക് എല്ലാവർക്കും മനസ്സിലായി. എല്ലാവരും നല്ല ഭംഗിയായിട്ട് നമ്മളോട് പറയുകയും ചെയ്തു. പിന്നെ ഇതൊക്കെ ഇറ്റ് ഈസ് ഇൻ യുവർ ഹാൻഡ്സ്, നമ്മുടെ കൈകളിലാണ്. തന്നെ ദൈവം യേശുവിലൂടെ ചെയ്യാനുള്ളതെല്ലാം ചെയ്തു വെച്ചു. ഈ ദിവസങ്ങളിലൂടെ വന്നതെല്ലാം ഇതിലേക്കുള്ള നമുക്കറിയാം. മാമോദിസ മുങ്ങിയപ്പോ തന്നെ നമ്മള് ആ ഒരു പുതിയ യേശുവിന്റെ ഭൗതിക ശരീരത്തിന്റെ ഭാഗമായി നമ്മളെല്ലാരും കൂടെ കൂടി ഒരു ശരീരമാ. യേശു ശിരസും മനുഷ്യരെല്ലാരും കൂടെ അതിന്റെ അവയവങ്ങളുമാ. പക്ഷെ നമ്മള് നിരന്തരമായിട്ട് തുടർച്ചയായിട്ട് അതിനോട് ആ ഒരു കൂട്ടായ്മയിൽ നിലനിൽക്കാനും വളരാനും വളർത്താനും നമ്മുടെ സഹകരണം എത്രയുണ്ടോ അത്രയുമേ ശരിക്കും അതിന്റെ ആ ഫലത്തിൽ നമ്മൾ വളരുള്ളൂ. പിന്നെ ഇത് നമ്മൾ വളരുമ്പോഴാണ് ശരിക്കും നമ്മുടെയൊക്കെ ജീവിതങ്ങളാകെ ധന്യമാകുക. ഈശോ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാൻ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണ്ണമായിരിക്കുന്ന പരിപൂർണരാകാൻ ഇതിനൊക്കെ ഈശോ വന്നതും ചെയ്തതുമൊക്കെ. ഇത് ലേഖനത്തിലൊക്കെ ലിസമ്മ പറഞ്ഞല്ലോ. അതായത് ഞങ്ങൾ കണ്ടതും കേട്ടതും അനുഭവിച്ചതും ഞങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നതും ഒക്കെ നിങ്ങളോട് പറയുക. എന്താ, അതൊരു പരിശുദ്ധ ത്രിത്വത്തിന്റെ കൂട്ടായ്മയിലുള്ള ആ ഒരു ഫെലോഷിപ്പാണ്. ഇത് നിങ്ങളോട് ഞങ്ങൾ പറയുന്നത് ഈ ഒരു കൂട്ടായ്മയിൽ നിങ്ങൾക്കും പങ്കുണ്ടാകാൻ, എന്നിട്ട് നിങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കുന്നത് കണ്ടിട്ട് ഞങ്ങൾക്ക് സന്തോഷിക്കാൻ. അതൊക്കെയാ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുക. അപ്പൊ നമ്മൾ ഓരോരുത്തരും ഇതെല്ലാം നമ്മുടെ ഓരോരുത്തരുടെയും കയ്യിലാണ്. എന്നവർക്കായിരുന്നു ആ ഒരു ഷൈനി ഒരു കൊച്ചു ആ ചെറുപ്രായത്തിൽ തന്നെ ഒരു ധ്യാനം കൂടിയപ്പോഴേക്കും എന്തുമാത്രം ഇമ്പാക്റ്റാണ് ഉണ്ടായതില്ലേ നമ്മുടെയൊക്കെ ജീവിതത്തിലും. ഇവരെല്ലാരും പറയുന്നത് നമ്മൾ കേട്ടല്ലോ. നമ്മുടെ ഓരോരുത്തരും നമ്മളായിരിക്കുന്ന മേഖലയിൽ, അതായത് നമ്മൾ നിയുക്ത സ്ഥാനത്തെ അവയവങ്ങളാണെന്നും അവിടെ ശരിക്കും സജീവമാകുമ്പോഴേക്ക് പരിശുദ്ധാത്മാവ് ഇതെല്ലാം കൂട്ടായ്മ. നമ്മളെപ്പോഴും പ്രാർത്ഥനയിലൊക്കെ ആശീർവാദത്തിലൊക്കെ കേൾക്കുന്നതല്ലേ, പിതാവായ ദൈവത്തിന്റെ സ്നേഹവും കർത്താവായ യേശുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ, സംസർഗം, ഫെലോഷിപ്പും നിങ്ങളോടുകൂടി ഞങ്ങളോടുകൂടി നമ്മോടുകൂടി ഉണ്ടായിരിക്കട്ടെ എന്നല്ലേ എന്നും പറയുന്നതും കേൾക്കുന്നതും. ആ ഒരു ത്രിത്വത്തിനെ പരീക്ഷ പ്രാർത്ഥിച്ചപ്പോഴും അങ്ങനെയല്ലേ പ്രാർത്ഥിച്ചത്? പിതാവേ, നീ ഞാനും ഒന്നായിരിക്കുന്നത് പോലെ ഇവരും നമ്മളിൽ ഒന്നാകാൻ വേണ്ടി നിങ്ങൾക്ക് പരസ്പര സ്നേഹവും ഐക്യവും ഉണ്ടെങ്കിൽ ആ കൂട്ടായ്മ കണ്ടിട്ട് മറ്റുള്ളവർ നിങ്ങൾ എന്റെ ശിഷ്യരാണെന്നറിയും. അതിനാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ ഇഫക്റ്റിവിറ്റി. അപ്പോൾ ഇത് നമ്മുടെ കയ്യിലാണ്. അത് പറഞ്ഞപ്പോൾ ലിസമ്മ കൃത്യമായിട്ട് അതിന്റെ ലിസ്റ്റൊക്കെ പറഞ്ഞല്ലോ. വ്യക്തിപരമായ പ്രാർത്ഥനയും കുദാശകളുടെ ജീവിതവും ദൈവവചനവും ദശാംശൈലിയും
ദശാംശ ശൈലിയൊക്കെ പറയുന്നത് നമ്മള് എവിടെയെങ്കിലും തുടങ്ങണ്ടേ, തുടക്കമാ. ഈശോ പറഞ്ഞില്ലേ മത്തായി 5:20 നിങ്ങളുടെ നീതി നിയമജ്ഞരുടെയും പ്രീസരുടെയും ഒക്കെ നീതിയെ അതിശയിക്കുന്ന ഒന്നാവില്ലെങ്കിൽ ദൈവരാജ്യ അനുഭവമോ ദൈവരാജ്യത്തിന്റെ കൂട്ടായ്മയോ ഒന്നും നിങ്ങൾക്കുണ്ടാവില്ല. ഇതൊക്കെ ആ പഴയ നിയമത്തിന്റെ നീതിയാ. ഒന്നുമല്ല. ദശാംശം എന്ന് പറഞ്ഞാൽ ഇതൊന്നും തുടക്കമെന്നേ ഉള്ളൂ. ഇതൊക്കെ തുടങ്ങി ചെയ്തു വരുമ്പോഴാ ശരിക്കും നമുക്കതിന്റെ അനുഭവം വരുമ്പോഴാ നമുക്ക് പിന്നെ കൂടുതൽ ചെയ്യാൻ പറ്റുക. ഈ ലോകത്തിൽ പലതരത്തിലുള്ള ആവശ്യത്തിലിരിക്കുന്നവരും അനാവശ്യം ചെലവാക്കിക്കൊണ്ടിരിക്കുന്നവരും ആഡംബരത്തിൽ ജീവിക്കുന്നവരും ആരോഗ്യമുള്ളവരും ആരോഗ്യമില്ലാത്തവരും കഴിവുള്ളവരും കഴിവില്ലാത്തവരും വിദ്യാഭ്യാസമുള്ളവരും അല്ലാത്തവരും പലതരത്തിലുള്ള വ്യത്യാസങ്ങളുണ്ട്. കർത്താവ് എന്തിനാ ഈ വ്യത്യാസമൊക്കെ അനുവദിച്ചിരിക്കുന്നതെന്ന് അറിയാമോ? നമുക്ക് പരസ്പരം ആശ്രയിക്കാനും സഹായിക്കാനും കരുതാനും അങ്ങനെ ബന്ധപ്പെടാൻ. ഇങ്ങനെയൊന്നും ആർക്കും ആവശ്യമില്ലെങ്കിൽ നമ്മൾ ബന്ധപ്പെടുകയില്ല. അപ്പൊ അതിനുള്ള അവസരങ്ങളാണ് ഇതൊക്കെ. ഇപ്രാവശ്യത്തെ വിജയ വൈബ്സില് സഭാദ്രി ലോകത്തിന്റെ ഒരു ഭാഗമൊക്കെ വരുന്നുണ്ട് കേട്ടോ, ഒന്ന് വായിച്ചു നോക്കണേ. ശരിക്ക് ഈ ലോകത്തിൽ നമ്മളെല്ലാരും ഒരു ശരീരത്തിന്റെ അവയവങ്ങൾ എന്ന തലത്തിൽ പരസ്പരം ഒരു കരുതലോടെ ശ്രദ്ധയോടെ ആർക്ക് എന്താ ഇല്ലാത്തത് ഉള്ളത് വേണ്ടത് ചോദിച്ചും പറഞ്ഞും സഹായിച്ചും സഹായം സ്വീകരിച്ചും ആരും മുകളിലും താഴെയില്ലെന്നുള്ള ബോധത്തോടെ ദൈവത്തിന്റെ കുടുംബമാണ്. ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന അങ്ങനല്ലേ? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞ പ്രത്യേലി തൂത്തി നമ്മളെല്ലാരും പരസ്പരം സഹോദരരും ഈ ലോകവും ലോകത്തിലുള്ളതും നമ്മുടെ ഇരിക്കുന്നതും മറ്റുള്ളവരിലുള്ളതും ഇല്ലാത്തതും എല്ലാം പൊതുവായിട്ട് എല്ലാരും അനുഭവിക്കേണ്ടതാണെന്നൊക്കെയാ പറഞ്ഞിരിക്കുന്നത്. ഇതിലേക്കൊക്കെ അതൊക്കെ ഇതാണ് നമ്മുടെ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ അനദർ ക്രൈസ്റ്റ് അല്ലേ? 5-ാമത്തെ സുവിശേഷം. ഈശോ തന്റെ സമ്പന്നതയാൽ നമ്മളെ സമ്പന്നരാക്കാൻ വേണ്ടി നമ്മുടെ ദാരിദ്ര്യം ഏറ്റെടുത്തെന്നല്ലേ പറഞ്ഞത്? ഈ ഒരു ദാരിദ്ര്യ അരൂപി ഒന്നും എന്റേതല്ല, പള്ളിപ്പിടിക്കാത്ത ഒരു അരൂപിയും അതിലേക്ക് വന്ന് എല്ലാരെയും ദൈവം യേശുക്രിസ്തു വഴി നമ്മോട് ക്ഷമിച്ചതുപോലെ നമ്മളും ഹൃദയാർദ്രതയോടെ പരസ്പരം ക്ഷമിച്ച് സ്നേഹിച്ച് ജീവിക്കണമെന്നൊക്കെ പൗലോസ് പറഞ്ഞതൊക്കെ നമ്മൾ കണ്ടു ഇതിലൂടെ അല്ലേ? അപ്പൊ ആ ഒരു നമ്മൾ തുടക്കം മുതൽ തുടങ്ങിയത് ആദ്യം ക്ഷമിക്കാനും ക്ഷമിക്കാനും ആ ദൈവസ്നേഹം പറഞ്ഞപ്പോ തുടങ്ങിയത് ആ പാപാവസ്ഥ കണ്ടപ്പോഴേക്കും നമ്മുടെ നിസ്സഹായതയും പരിമിതാവസ്ഥയും ഇല്ലായ്മയും ഉള്ള ബോധത്തിലേക്ക് വന്നിട്ട് പിന്നെ പാപങ്ങൾക്കെല്ലാം ക്ഷമ കിട്ടിക്കഴിഞ്ഞതാണെന്നുള്ള ബോധ്യത്തിൽ അത് സ്വീകരിക്കുന്ന കാര്യം ജീവിതം മുഴുവൻ കർത്താവിന് സമർപ്പിച്ചുകൊണ്ട് ശരിക്ക് നമ്മൾ ഇനി നമ്മുടേതല്ല കർത്താവിൻ്റെതാണ് എന്നിട്ട് പരിശുദ്ധാത്മാവിനെ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നമ്മൾ അറിയാത്ത വിധത്തിൽ നമ്മളെ ഇങ്ങനെ പങ്കുവെക്കാനും സ്നേഹിക്കാനും കൂട്ടായ്മയിൽ വളരാനും നമ്മൾ ഘട്ടത്തിലൂടെ ഒക്കെ മനസ്സിലായി. പക്ഷേ നമ്മുടെ ഭാഗത്ത് നിന്ന് സൗജന്യമായിട്ടൊന്ന് വെച്ച് നീട്ടുമ്പോഴും കൈനീട്ടി വാങ്ങിച്ചില്ലെങ്കിൽ നമ്മുടെ സഹകരണം കൂടാതെ സെയിന്റ് ആഗസ്റ്റിനൊക്കെ പറഞ്ഞത് ഓർക്കുന്നുണ്ടല്ലോ, നിന്നെ കൂടാതെ നിന്നെ സൃഷ്ടിച്ച ദൈവത്തിന് നിന്റെ സഹകരണം കൂടാതെ നിന്നെ രക്ഷിക്കാനാവില്ല. അതായത് നമ്മള് സഹകരിക്കുന്നില്ലെങ്കിൽ ദൈവത്തിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഇവിടെ നമ്മുടെ സഹകരണം ഒത്തിരി വലുതാണ് എന്നൊന്ന് പറയുക കേട്ടോ. പരിശുദ്ധാത്മാവ് നമ്മളെ ശക്തിപ്പെടുത്തും. അവനെ സ്വീകരിച്ചവർക്കെല്ലാം അവനെ വിശ്വസിച്ചവർക്കെല്ലാം ദൈവമക്കളാകാനുള്ള കഴിവ്. ദൈവമക്കളാകുക എന്ന് പറഞ്ഞാൽ ദൈവ കുടുംബമാകുക. എല്ലാവരും സഹോദരരാണെന്നുള്ള ബോധ്യത്തോടെ എല്ലാവരും ഒന്ന് പരസ്പരം ശ്രവിച്ചും സ്നേഹിച്ചും പങ്കുവെച്ചും കൂട്ടിപ്പിടിച്ചും അങ്ങനെയുള്ളൊരു അതാ കൂട്ടായ്മ എന്നല്ലോ. കൂട്ടായ്മ എന്നുള്ള വ്യത്യാസമൊക്കെ പറഞ്ഞല്ലോ. അങ്ങനെ ഒന്നിച്ചു നിന്നത് കൊണ്ട് കൂട്ടായ്മയാവില്ല. ഇത് ആക്ഷൻ പ്രവർത്തനത്തിൽ വരണം. അപ്പൊ അതാണ് ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ള പദ്ധതി. അതായത് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നായിരിക്കുന്നത് പോലെ അത് മനുഷ്യ ജീവിതത്തിന് എങ്ങനെയാ പ്രായോഗികമാക്കുക എന്നുള്ളത് തിരുക്കുടുംബത്തിൽ വന്ന് ഈശോ ജീവിച്ച് കാണിച്ചു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നായിരിക്കുന്നത് പോലെ പിതാവും മാതാവും ഈശോയും കൂടെ ഒന്നായി ഈശോ ബന്ധപ്പെട്ടിടത്തെല്ലാം എല്ലാരെയും സ്വന്തമാക്കി കൂട്ടിപ്പിടിച്ച് ശിഷ്യഗണത്തെ ഒന്നിച്ച് ഉയർത്തി പിടിച്ചുകൊണ്ട് ആദിമസഭയിൽ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ അവരെല്ലാം ഒരു സമൂഹമായിട്ട് പങ്കുവെച്ച് ആരും സ്വന്തമെന്ന് കരുതാതെ വളർന്ന രീതിയൊക്കെ ഇതുപോലെ നമ്മളെല്ലാവരും വളരണം. നമ്മളായിരിക്കുന്നത് നമ്മുടെ കുടുംബത്തിൽ തുടങ്ങണം, ബന്ധുക്കളുടെ ഇടയിൽ തുടങ്ങണം, ചുറ്റുപാടും പറഞ്ഞില്ലേ, ജെറൂസലേമിലും യൂദയായാലും സമറിയായാലും ലോകത്തിന്റെ അതിർത്തികൾ വരെയും. ദൈവരാജ്യം എന്ന് പറഞ്ഞ പുളിമാവ് പോലാണെന്ന് പറഞ്ഞു. എന്നിൽ തുടങ്ങാത്ത ഒരു കൂട്ടായ്മ ഈ ലോകത്തിൽ പടുത്തുയർത്താൻ നമ്മളെ ചേർത്തുകൊണ്ട് പടുത്തുയർത്താൻ ഭൂലോകത്തിൽ ആർക്കും ദൈവത്തിനും പറ്റില്ല.
ഇറ്റ് ഈസ് ഇൻ യുവർ ഹാൻഡ്സ്, നമ്മുടെ കരങ്ങളിലാണ്. അപ്പോൾ നമുക്ക് ഇത് പറഞ്ഞുള്ള സ്പിരിച്വൽ ഗൈഡൻസും ഇതൊക്കെ നിങ്ങളായിരിക്കുന്നിടത്തെല്ലാം, ഇപ്പൊ നമ്മൾ പല ഗ്രൂപ്പുകളുണ്ട്, നിങ്ങൾ പരസ്പരം വിളിച്ചും പറഞ്ഞും സ്നേഹിച്ചുകൊണ്ട്, അപ്പൊ ഒരു ഷെയറിംഗ് പാർട്ട്ണറെ നിങ്ങളെ കണ്ടുപിടിക്കണം കേട്ടോ. നിങ്ങളെ ഈ പ്രോഗ്രാമിൽ കൂടിയവരിൽ നിന്ന് നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് വർത്താനം പറയാനും പങ്കുവെക്കാനും നിങ്ങളുടെ ദുഃഖങ്ങളും വേദനകളും ഉള്ളതൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റിയ ഒരു ഷെയറിംഗ് പാർട്ട്ണറെ, പങ്കുവെക്കുന്ന ഒരാളെ കണ്ടുപിടിക്കണം. പിന്നെ നമുക്ക് എല്ലാവർക്കും ഒരു സ്പിരിച്വൽ ഗൈഡൻസ്, ഒരച്ഛൻ പറഞ്ഞപ്പോ പറഞ്ഞു പാസ്റ്ററിങ്, നമുക്കൊരു സ്പിരിച്വൽ ഒരു ആത്മീയ ശിക്ഷണത്തിന് സഹായിക്കുന്ന സ്ഥിരമായിട്ട് ആ അച്ഛൻ്റെ അടുത്ത് കുമ്പസാരിക്കാൻ പോകുന്നതും എല്ലാവരും അങ്ങനെ ഒരു പാസ്റ്ററിങ്ങിന് പറ്റിയ ഒരു അച്ഛനെ കണ്ടുപിടിച്ച് നിങ്ങൾ തുടങ്ങണം. നിങ്ങൾ തുടങ്ങുന്നില്ലെങ്കിൽ ഇതൊന്നും എങ്ങും ആർക്കും കൊടുക്കാൻ നമുക്ക് പറ്റില്ല. കാണാപ്പാടം പഠിച്ച് കാര്യം മനസ്സിലാവോ, ഇതെല്ലാം എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതെല്ലാം ദൈവവചനം എപ്പോഴും ജീവിക്കാനുള്ളതാ. ഈശോ പറഞ്ഞില്ല, നിങ്ങൾ അതിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വചനം പാലിക്കും. ഈശോയുടെ വചനം അനുസരിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മളെല്ലാവരും ആ വിശുദ്ധ ലിഖിതമോ ദൈവത്തിന്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത്. ശരിക്കും മറ്റൊരു ഈശോയായിട്ട് നമുക്ക് ജീവിക്കാനാവാത്തതിന്റെ കാരണം അറിയില്ലേ, ഈ പ്രാർത്ഥനയും ദൈവവചനവും കൂദാശകളും സ്പിരിച്വൽ ഗൈഡൻസും ദശാംശ ശൈലിയും കൂട്ടായ്മ പ്രാർത്ഥനാ ഗ്രൂപ്പും ഇതെല്ലാം ആ പങ്കുവയ്ക്കലും ഇതെല്ലാം വരുമ്പോഴാണ് ശരിക്കും നമ്മൾ ഈ കൂട്ടായ്മയായിട്ട് വളരാൻ സാധിക്കുക. ഇത് നമ്മുടെ ഓരോരുത്തരുടെയും കയ്യിലാണ്. നമുക്ക് ശരിക്കും ഒന്ന് കമ്മിറ്റഡ് ആകാം. അവർ പറഞ്ഞില്ലേ അപ്പസ്തോല പ്രവർത്തനം 42 അവർ അപ്പസ്തോലന്മാരുടെ പ്രബോധനം, പഠനം, അപ്പം മുറിക്കൽ, പ്രാർത്ഥന, കൂട്ടായ്മ എന്നിവയിൽ സദാ താല്പര്യപൂർവ്വം പങ്കുചേർന്നു. താല്പര്യപൂർവ്വം ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പങ്കുചേർന്നുകൊണ്ട് നമുക്ക് വളരാനും അങ്ങനെ വളരുന്നതോടൊപ്പം അനേകരെ ഒപ്പം കൂട്ടത്തിൽ വളർത്താനും നമുക്ക് കമ്മിറ്റ്മെന്റ് എടുക്കാം. അതിന് ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ക്ലാസ്സുകൾ എത്ര നന്നായാലും അതെല്ലാം സൂപ്പറായിരുന്നു എന്ന് പറഞ്ഞാലും എൻ്റെ ഭാഗത്തു നിന്ന് ഞാൻ ഇത് ബോധപൂർവം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ മാത്രമേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ, കൂട്ടായ്മ വളരുകയുള്ളൂ. സഭ അങ്ങനെ ഒരു കൂട്ടായ്മയായിട്ട്, ഇതൊക്കെ ഇല്ലാത്തത് കൊണ്ടാണ് ഒത്തിരി നമ്മുടെ സംഘർഷങ്ങളും ഭിന്നതകളും ഒക്കെ ലോകത്തിൽ വരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കണം. ഇത് നമ്മുടെ കയ്യിലാണ്, ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് സ്റ്റാർട്ട് വിത്ത് അസ്, നമ്മൾ തന്നെ തുടങ്ങാം. എന്നിട്ട് ഈ കൂട്ടായ്മയിൽ വളരാൻ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. ജൂബി അച്ഛൻ നമ്മോട് കൂടിയുണ്ട്. അപ്പോൾ സന്തോഷത്തോടെ അച്ഛൻ്റെ ഷെയറിങ്ങും അച്ഛൻ്റെ ആശീർവാദവും ഒക്കെ നമുക്ക് സ്വീകരിക്കാം. ആമേൻ. ഒത്തിരി നന്ദി ആരിസൂട്ടി ചേച്ചി. ക്ലോസിംഗ് മെസ്സേജിനും പ്രാർത്ഥനാശീർവാദങ്ങൾക്കുമായി പ്രിയ ബഹുമാനപ്പെട്ട ജുബി പീറ്റർ അച്ഛനെ ക്ഷണിക്കുന്നു. കർത്താവിശ്വസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ മെസ്സിയോ കുടുംബാംഗങ്ങളെ, ഒത്തിരി സന്തോഷത്തോടുകൂടിയാണ് വീണ്ടും നിങ്ങളുടെ കൂടെ ആയിരിക്കാനായിട്ട് സാധിക്കുന്നത്. ദൈവത്തിന് നന്ദി പറയുന്നു. ഇന്നത്തെ കൂട്ടായ്മയിൽ പ്രത്യേകമായി നാം പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും വിചിന്തനം ചെയ്യുകയും ഒക്കെ ചെയ്തത് കൂട്ടായ്മ തന്നെയാണ് വിഷയമെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. നമുക്കറിയാവുന്ന പോലെ നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിന്റെ സന്ദേശം തന്നെ കൂട്ടായ്മയാണ്. ആദിമ സഭയുടെ സ്വഭാവം കൂട്ടായ്മയായിരുന്നു നമുക്കറിയാം. കൂട്ടായ്മ കർത്താവ് യേശു മിശിഹായുടെ ജനനത്തെക്കുറിച്ചുള്ള ആദ്യത്തെ സദ്വാർത്ത ഈ ഭൂമിയിൽ കേട്ട മനുഷ്യരില് ഉളവായ ഒരു ആത്മീയ ചൈതന്യമാണ് ഈ കൂട്ടായ്മ. നമുക്കറിയാം പരിശുദ്ധ അമ്മയും യൗസേപ്പ് പിതാവുമാണ് ഈ കൂട്ടായ്മ ഏറ്റവും അധികം ആദ്യം അനുഭവിച്ചറിഞ്ഞ വ്യക്തികൾ. അവർ ഈ കൂട്ടായ്മ നിലനിർത്താനായിട്ട് എന്തുമാത്രം ത്യാഗം സഹിച്ചു നമുക്കറിയാം. അവരുടെ ഇടയിൽ ഉണ്ടായിരുന്ന കൂട്ടായ്മയ്ക്ക് വിഘാതമായിട്ട് പല പ്രയാസങ്ങളും അവർക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നു നമുക്കറിയാമല്ലോ. യൗസേപ്പ് പിതാവിനെ പറ്റി നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ യൗസേപ്പ് പിതാവ് ഈ കൂട്ടായ്മ ഈശോയെ പറ്റിയുള്ള ആ സദ്വാർത്ഥ യൗസേപ്പ് പിതാവ് മനസ്സിലാക്കുന്നത് തന്നെ 2 പേരുകൾ ഈശോയ്ക്ക് നൽകപ്പെടുന്നതായിട്ടാണ്, ഇമ്മാനുവേലും ഈശോയും. അത് തന്നെ ഈശോയുടെ സ്വഭാവം കൂട്ടായ്മയാണെന്ന് തെളിയിക്കുന്ന
ഒരു ദൗത്യമാണ് യോസേപ്പ് മനസ്സിലാക്കിയത്. സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ പ്രത്യേകമായി നമുക്ക് ക്രൈസ്തവ ജീവിതത്തിന്റെ സാക്ഷ്യം വഹിക്കാൻ സാധിക്കണമെങ്കിൽ ഈ കൂട്ടായ്മ സ്വഭാവമായി നമ്മൾ കൂടെ കൊണ്ടു നടക്കണം. കൂട്ടായ്മയുടെ സ്വഭാവം നമുക്കുണ്ടാകണം. നമുക്കറിയാം, സുവിശേഷങ്ങളുടെ രചനയിൽ പത്രോസ് ലിഹാരുടെ കൂടെ നടന്ന ശിഷ്യനായ മർക്കോസാണ് ഒരു സുവിശേഷം എഴുതാനായിട്ട് ഇടയായത്. പത്രോസ് ലിഹ ബന്ധനസ്ഥനായപ്പോൾ അദ്ദേഹത്തിന്റെ റോമിലെ സഭയുടെ ആവശ്യപ്രകാരം ക്രിസ്തു അനുഭവം, പത്രോസിനുണ്ടായിരുന്ന ക്രിസ്തു അനുഭവം മർക്കോസ് എഴുതിയതാണ് സുവിശേഷം. നമുക്കറിയാം, ലൂക്കോസിന്റെ കൂട്ടായ്മയിൽ ഉണ്ടായിരുന്ന ആളാണ് പൗലോസ് ലീഹായുടെ കൂട്ടായ്മയിൽ ഉണ്ടായിരുന്ന ആളാണ് ലൂക്കോസ്. അദ്ദേഹം സുവിശേഷം എഴുതുന്നത് അങ്ങനെയാണ്. നാളെ വിശുദ്ധ പത്രോസ് പൗലോസ് ലീഹന്മാരുടെ രക്തസാക്ഷിത്വ ദിനം സഭ ആചരിക്കുന്ന ദിവസം കൂടിയാണല്ലോ. അതാണ് ഞാൻ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് അവര് കടന്നു വന്നത്. അപ്പൊ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഈ നമ്മുടെ ആയിരിക്കുന്ന ഇടങ്ങളിൽ ക്രൈസ്തവരായി ജീവിക്കാൻ നമ്മളെ പ്രാപ്തരാക്കുന്നത് ഈ കൂട്ടായ്മ സ്വഭാവമാണ്. ഈ ഈശോയുടെ 2 പേരുകൾ ഇമ്മാനുവേൽ എന്നും ഈശോ എന്നുമുള്ള പേരുകൾ നമുക്കറിയാം. ഇമ്മാനുവേൽ ഈശോ ആരാണെന്ന് വെളിപ്പെടുത്തുന്നതായിരുന്നു. ആ പേരിന്റെ അർത്ഥം തന്നെ കൂട്ടായ്മയാണ്. അവൻ നമ്മോട് കൂടെ, ദൈവം നമ്മോട് കൂടെ എന്നുള്ള കൂട്ടായ്മയുടെ സ്വഭാവം. അത് എന്തിനു വേണ്ടിയുള്ളതാണ്? ഈശോയുടെ ദൗത്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അവൻ രക്ഷകനായിട്ട്, പാപത്തിൽ നിന്നും മോചനം നൽകുന്ന രക്ഷകനായിട്ട്. ഈശോയുടെ വംശാവലി ഗ്രന്ഥത്തിലേക്ക് നമ്മൾ കാണുന്നുണ്ട്. അതിനകത്ത് എല്ലാവരും ഒന്നും വിശുദ്ധരൊന്നുമല്ലായിരുന്നു. ഈശോയുടെ കുടുംബാംഗങ്ങള് അത്ര നല്ല വിശുദ്ധിയുള്ള മനുഷ്യരുടെ പേരൊന്നുമല്ല ആ വംശാവലി തന്നെ എഴുതിയിരിക്കും. അപ്പോൾ കൂട്ടായ്മ എന്ന് പറയുമ്പോൾ യോഗ്യതയുള്ളവരെ നോക്കി ചേർത്ത് നിർത്തുന്നതല്ല കൂട്ടായ്മ എന്ന് പറയുന്നത്. അയോഗ്യരായ മനുഷ്യരും ആ കൂട്ടായ്മയുടെ ഭാഗമാകുമ്പോഴാണ് ആ കൂട്ടായ്മ ദൈവീകമായ കൂട്ടായ്മയായിട്ട് മാറുന്നത്. അപ്പൊ നമുക്ക് ദൈവത്തിന്റെ കണ്ണുകൊണ്ട് കാണാനും ദൈവത്തിന്റെ മനസ്സുകൊണ്ട് മനസ്സിലാക്കാനും ഒക്കെ സാധിക്കുമ്പോഴാണ് കൂട്ടായ്മ നിലനിർത്താനായിട്ട് നമുക്ക് സാധിക്കുക. ഈ വംശാവലി ഗ്രന്ഥത്തിൽ നമ്മൾ കാണുന്നുണ്ട് 3-4 സ്ത്രീകളുടെ പേരുകളൊക്കെ പറയുന്ന. അതിനകത്ത് പിന്നെ അബ്രഹാത്തിന്റെ ഭാര്യയും സാറായും റെബേക്കായും ഒന്നും അല്ല അതിനകത്ത് പരാമർശിക്കപ്പെടുന്നത്. അത്ര നല്ലതല്ലാത്ത ചില കാര്യങ്ങളൊക്കെ പേര് കേൾപ്പിച്ചിട്ടുള്ള ആളുകളൊക്കെയാണ് ആ വംശാവലി ഗ്രന്ഥത്തിൽ നമ്മൾ കാണുന്നത്. പക്ഷേ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ അവരായിരുന്ന സമയത്ത് എന്തൊക്കെയോ പോസിറ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്തവരാണ് എന്നുള്ളത് കൊണ്ടാണ് അവര് ആ വംശാവലി ഗ്രന്ഥത്തില് ചേർക്കപ്പെടുന്നത്. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ സ്നേഹമുള്ളവരെ, ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഈ ഒരു ചേർന്ന് നിൽക്കലാണ്. ദൈവത്തോട് ചേർന്ന് നിൽക്കുക. നമ്മളായിരിക്കുന്ന സാഹചര്യത്തില് ദൈവത്തിന് നമ്മിൽ നിന്ന് പോസിറ്റീവായിട്ട് ചില കാര്യങ്ങളൊക്കെ നമുക്ക് കാണണം, ദൈവം കാണണം. അപ്പൊ അങ്ങനെ നമുക്ക് കൂട്ടായ്മയിൽ നമുക്കായിരിക്കാം. നമ്മുടെ ചുറ്റുപാടും നമ്മുടെ പ്രദേശത്ത് ആരും അവഗണിക്കപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കാം. സ്നേഹമുള്ളവരെ, കൂട്ടായ്മ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരേ വിശ്വാസം, നമ്മൾ പലപ്പോഴും ചിന്തിക്കും ഒരേ വിശ്വാസത്തിലുള്ളവരുടെ കൂട്ടായ്മ ചിന്തിക്കും. പക്ഷെ നമുക്കറിയാം ബൈബിളിൽ ഉടനീളം നമുക്ക് കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് മത്തായിയുടെ സുവിശേഷത്തിൽ തന്നെ നമ്മൾ കാണുന്നുണ്ട് പിന്നെ ജ്ഞാനികള്, അവര് വിജാതീയരായ മനുഷ്യരായിരുന്നു. അവര് വിശുദ്ധ ഗ്രന്ഥം കണ്ടിട്ടല്ല, അവര് വിശുദ്ധ ഗ്രന്ഥം കണ്ടിട്ടേ ഉള്ളവരായിരുന്നില്ല. അവര് നക്ഷത്രത്തെ നോക്കിക്കൊണ്ട് രക്ഷകനെ തേടി ഇറങ്ങിയവരായിരുന്നു. പക്ഷെ അവര് ബെത്ലഹേമിൽ വന്നപ്പോഴ് രക്ഷകനെ പറ്റി വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് നന്നായിട്ട് അറിയാമായിരുന്ന ആളുകൾക്ക് അസ്വസ്ഥരായി. രക്ഷകന്റെ വരവ് മനസ്സിലാക്കിയപ്പോൾ അവർ അസ്വസ്ഥരാണ് നമ്മൾ കാണുന്നു. വിജാതീയരാകട്ടെ സന്തോഷത്തോടുകൂടി അത് അനുഭവിച്ചറിയുകയാണ്. എങ്കിലും വിശുദ്ധ ഗ്രന്ഥത്തിന്റെ സഹായത്തോടുകൂടിയാണ് കൃത്യസ്ഥലം അവർ കണ്ടുപിടിച്ചത് നമുക്കറിയാം. പക്ഷെ തിരിച്ചു പോകുമ്പോൾ കൂട്ടായ്മ നഷ്ടപ്പെടാതിരിക്കാൻ വേറെ വഴിയെ തിരിച്ചു പോകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ദൈവമായുള്ള കൂട്ടായ്മ നഷ്ടപ്പെടാതിരിക്കാനായിട്ട്, ദൈവത്തിന് മനുഷ്യനുമായിട്ട് ഉള്ള കൂട്ടായ്മ, ആ ദൈവ സാന്നിധ്യം നഷ്ടപ്പെടാതിരിക്കാൻ അവര് വേറെ വഴിയിലൂടെ പോകുന്നു. അപ്പൊ ഇതെല്ലാം കൂട്ടായ്മയെ നിലനിർത്തേണ്ടുന്ന ചില വഴികളാണ്.
കൂട്ടായ്മ നിലനിർത്താൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ്. ചിലപ്പം വന്ന വഴിയല്ല തിരിച്ചു പോകേണ്ടി വരുന്നത്. ചില കാര്യങ്ങൾ വേണ്ടാന്ന് വെക്കാനും ചില കാര്യങ്ങൾ വേണമെന്ന് വെക്കാനും കൂട്ടായ്മ നിലനിർത്താൻ നമുക്ക് ആവശ്യമാണ്. നിങ്ങളേവരെയും ദൈവം സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഞാൻ ആശീർവാദം തരാം. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ത്രേകജാതന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംസർഗാവാസവും നാം ഓരോരുത്തരുടെ മേലും സമർത്ഥമായി എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. കൂട്ടായ്മയെ കുറിച്ച് നല്ലൊരു മെസ്സേജും പ്രാർത്ഥന ആശീർവാദങ്ങളും നൽകിയ ശ്രീ ബഹുമാനപ്പെട്ട ടീച്ചറിന് നന്ദി. സമാപന കാര്യത്തിനായി സുഭാ സഞ്ജയെ ക്ഷണിക്കുന്നു. നന്ദിയല്ലാതൊന്നുമില്ല എന്റെ നാവിൽ ചൊല്ലിടുവാൻ, സ്തുതിയല്ലാതൊന്നുമില്ല എന്റെ ഹൃദയത്തിൽ ഉയർന്നിടുവാൻ, സ്തോത്രമല്ലാതൊന്നുമില്ല. നിനക്കായി ഞാൻ സമർപ്പിക്കുവാൻ, യേശുവേ നിൻ സ്നേഹമതോ വർണ്ണിച്ചിടുവാൻ സാധ്യമല്ലേ. സ്തുതി സ്തുതി നിനക്കെന്നുമേ, സ്തുതികളിൽ വസിപ്പവനേ, സ്തുതി ധനം ബലം നിനക്കേ, സ്തുതികളിൽ ഉന്നതനേ. കൃപയല്ലാതൊന്നുമല്ല എന്റെ വീണ്ടെടുപ്പിൻ കാരണം, കൃപയാലാണൻ ജീവിതം, അതിനാനന്ദം അതിമധുരം. ബലഹീനതയിൽ തികയും ദൈവശക്തി എന്നാശ്രയമേ, ബലഹീനതയിൽ ദിനവും യേശുവേ ഞാൻ പ്രശംസിച്ചിടും. കൃപയതി മനോഹരം, കൃപയതി മധുരം, കൃപയിൽ ഞാൻ ആനന്ദിക്കും, കൃപയിൽ ഞാൻ ആശ്രയിക്കും. നന്ദിയല്ലാതൊന്നുമില്ല എന്റെ നാവിൽ ചൊല്ലിടുവാൻ, സ്തുതിയല്ലാതൊന്നുമില്ല എന്റെ ഹൃദയത്തിൽ ഉയർന്നിടുവാൻ, സ്തോത്രമല്ലാതൊന്നുമില്ല നിനക്കായി ഞാൻ സമർപ്പിക്കുവാൻ, യേശുവേ നിൻ സ്നേഹമതോ വർണ്ണിച്ചിടുവാൻ സാധ്യമല്ലേ. സ്തുതി സ്തുതി നിനക്കെന്നുമേ, സ്തുതികളിൽ വസിപ്പവനേ, സ്തുതി ധനം നിനക്കേ, സ്തുതികളിൽ ഉന്നതനേ. സ്തുതി ധനം ബലം നിനക്കേ, സ്തുതികളിൽ ഉന്നതനേ.